ഹലോ, എല്ലാവർക്കും സൗണ്ട് കേൾക്കാവോ? കേൾക്കാം ബ്രോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു അറൗണ്ട് പഠിച്ച രണ്ട് ചാപ്റ്റർ, അതായത് ടേബിൾ ആൻഡ് പീരിയോഡിസിറ്റി, അതേപോലെ തന്നെ പഠിച്ച സെക്കൻഡ് ചാപ്റ്റർ ബയോ മോളിക്യൂൾസ്, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 35 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യനുകൾ പോലെ. ബാക്കി നമുക്ക് ജസ്റ്റ് അല്ലാതെ പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലാതെ പറഞ്ഞും പോകുന്നുണ്ട്. അറൗണ്ട് എങ്ങനെ പോയാലും ഒരു 50 ക്വസ്റ്റ്യൻസിനെ അടുപ്പിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അത് യൂസ്ഫുൾ ആക്കി എടുക്കുക. ഈ രണ്ട് ചാപ്റ്റർ ആകെ നിങ്ങൾക്ക് എത്ര 20 മാർക്കിനാണ് കെമിസ്ട്രി, നോർമലി 20 മാർക്കിനാണ് തോന്നുന്നു കെമിസ്ട്രി ഞങ്ങൾക്ക് ഉള്ളത് എക്സാമിന്. സോ അതിനകത്ത് ഒരു എത്ര 20%, അതായത് 5 മാർക്കിന് അടുപ്പിച്ച് ക്വസ്റ്റ്യൻസ് ഈ രണ്ട് ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പൊ ആ 5 മാർക്ക് നിങ്ങൾ കളയാതിരിക്കാൻ നോക്കുക, കാരണം അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. അപ്പൊ മാക്സിമം അതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന്. അതിന്റെ അപ്പുറത്തോട്ട് വലുതായിട്ട് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അല്ലെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിച്ചാലോ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ നോർമലി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും മാക്സിമം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ യൂസ്ഫുൾ ആക്കി എല്ലാവരും എടുക്കുക. അതേപോലെ ആൻസേഴ്സ് ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കും, ആൻസേഴ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. അതേപോലെ എനി ഡൗട്ട് അതിന്റെ ആൻസർ എങ്ങനെ വന്നെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും അതിന്റെ ആൻസർ എങ്ങനെ വന്നെന്നുള്ള ഞാൻ കാര്യം പറയും. ഇഫ് ഇൻ കേസ് അത് മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നോട് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തന്നെ പോകാം. സോ ഇത് മാക്സിമം യൂസ്ഫുൾ ആക്കി എടുക്കുക. ചിലരോട് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും കേട്ടോ. അപ്പോൾ നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിപ്പിച്ചത് ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ഇനി അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ കവർ ചെയ്യാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകും. സോ അതാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. മാക്സിമം ഒരു 8:15, 8:30 അതിന്റെ അപ്പുറത്തോട്ട് കാണാൻ ചാൻസ് ഇല്ല. 8:30 ആകുമ്പോഴത്തേക്ക് മാക്സിമം മിക്കവാറും തീരും, കാരണം നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും യൂസ്ഫുൾ ആക്കി എടുക്കുക. ക്ലിയർ ആയിട്ട് എന്റെ സൗണ്ട് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് വേണം. ഓക്കെ, എനിക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാലും വേണം. അപ്പോൾ അത് മറക്കല്ലേ. തുടങ്ങാണ്. എല്ലാവർക്കും സ്ക്രീൻ കാണാമോ? ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ലോയുടെ ചാപ്റ്ററിൽ നിന്നാണ്. ദ മോഡേൺ പീരിയോഡിക് ലോ states that the physical and chemical property of elements are periodic function of their ഓപ്ഷൻസ് ഉണ്ട്: അറ്റോമിക് വെയ്റ്റ്സ്, അറ്റോമിക് നമ്പേഴ്സ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് അറ്റോമിക് റേഡിയം. ഏതാണ് ആൻസർ? ആൻസർ നിങ്ങൾ തന്നെ പറയണം. സോ മോഡേൺ പീരിയോഡിക് ആൻസർ വരുന്നുണ്ട്. അതെ, അറ്റോമിക് നമ്പർ തന്നെയാണ്, ബി ആണ് ആൻസർ. മോഡേൺ പീരിയോഡിക് ലോയുടേത് അറ്റോമിക് നമ്പർ ആണ്. അപ്പം അതിന്റെ കൂടെ തന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ എന്തായിരുന്നു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇതിനകത്ത് അതിന്റെ ആൻസർ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം മാക്സിമം എല്ലാ റെസ്പോൺസ് വരിക. ഓക്കെ, മെന്റലിന്റെ പീരിയോഡിക് ടേബിളിന്റെ
മെയിൻ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റോമിക് വെയിറ്റ് ആണ്. മോഡേൺ പീരിയോഡിക് അറ്റോമിക് പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, the element of group 16 are collectively called as. ഗ്രൂപ്പ് 16 എലമെന്റ്സിനെ നമ്മൾ ഒറ്റ വാക്കിൽ ഒരു പേര് പറഞ്ഞു. അതിന്റെ പേരെന്താന്ന് ഓർക്കണ്ടോ? അപ്പൊ ഹാലജൻസ് ഏതാ ഗ്രൂപ്പ്? ആർക്കേലും ആൻസർ അറിയാതെ വരുവാണെങ്കിൽ ജസ്റ്റ് ഇത് ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഞാൻ ഈ PPT-യിൽ ആൻസേഴ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പം ആൻസേഴ്സ് അറിയാത്ത ആൾക്കാരുണ്ട്, അത് ചോദിച്ച് തന്നെ പോവുക, എന്തുകൊണ്ടാണ് വന്നത്. ഓരോ ഗ്രൂപ്പിന്റെ വേറെ പേര് അറിയാൻ ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. വേറെ ഗ്രൂപ്പ്സിന് സെപ്പറേറ്റ് പേരുണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കുക. അത് മനസ്സിലാക്കി തന്നെ പോവുക. സോ ആൻസർ അറിയാത്തത് ഇവിടെ വെച്ച് തന്നെ ക്ലാരിഫൈ ചെയ്ത് പോവുക, നോട്ട് ചെയ്ത് പോവുക ആൻസർ അറിയാത്തതുണ്ടെങ്കിൽ. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അസ് യു മൂവ് ഡൗൺ എ ഗ്രൂപ്പിന്റെ പീരിയോഡിക് ടേബിൾ ദ അയണൈസേഷൻ എൻതാൽപ്പി ജനറലി ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാണോ, അത് ആദ്യം ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യാണോ? അതായത് ഒരു ഗ്രൂപ്പില് 17 ഗ്രൂപ്പ് ഉണ്ട് പീരിയോഡിക് ടേബിൾ. അതിലൊരു ഗ്രൂപ്പില് താഴോട്ട് പോകും തോറും അയണൈസേഷൻ എന്താൽപ്പി കൂടുവാണോ കുറയുവാണോ അതോ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം, അത് ആദ്യം കൂടിയിട്ട് പിന്നെ കുറയുവാണോ? സോ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്താണെന്നുള്ള ഓർമ്മ വേണം. അയണൈസേഷൻ എന്താൽപ്പി എന്ന് വെച്ചാൽ എന്താ? ലാസ്റ്റ്, അതായത് ഒരു വാലൻസ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി, അതിനാണ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത്. അതായത് ഒരു എലമെന്റിന്റെ അതിന്റെ ഏറ്റവും വാലൻസ് ആയിട്ടുള്ള ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി നമ്മൾ പറഞ്ഞു. യാ ഗുഡ്. താഴോട്ട് പോകുന്തോറും, അതായത് ഒരു ഗ്രൂപ്പില് താഴോട്ട് പോകുന്തോറും ഷെൽസിന്റെ എണ്ണം കൂടും നമ്മൾ പറഞ്ഞു. അപ്പൊ ഷെൽസിന്റെ എണ്ണം കൂടുന്തോറും ന്യൂക്ലിയസിൽ നിന്ന് മാക്സിമം അകലത്തിലേക്ക് ഇലക്ട്രോൺ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ന്യൂക്ലിയസിന്റെ എഫക്ട് അല്ലെ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് എന്താ? കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഒരു ഇലക്ട്രോണെ അതിന്റെ ന്യൂക്ലിയസിന്റെ ഓർബിറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ചെറിയൊരു എനർജിക്ക് തന്നെ നമുക്ക് അറ്റത്തുള്ള ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണെ റിമൂവ് ആക്കാൻ സാധിക്കും. സോ താഴോട്ട് പോകുന്തോറും ഷെല്ലിന്റെ എണ്ണം കൂടും, അപ്പൊ ന്യൂക്ലിയസിന്റെ എഫക്റ്റ് കുറയും. സോ എന്താ, താഴോട്ട് പോകുന്തോറും നമ്മൾ കൊടുക്കേണ്ട അയണൈസേഷൻ എന്താൽപ്പി കുറഞ്ഞുകൊണ്ടിരിക്കും. ഡിക്രീസസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്? കാറ്റയോണിക് റേഡിയസ് ഈസ് ആൽവേസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് പേരന്റ് ആറ്റംസ്. Anionic radius is always larger than that of its parent atom. Atomic radius generally increases from left to right in a period. Atomic radius generally increases from left to top to bottom of a group. ഈ 4 ഏതാണ് തെറ്റായിട്ടുള്ള ആൻസർ? നോഹ ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ട് അതെന്തുകൊണ്ടാണെന്നൊന്ന് പറയണേ. ഓരോരുത്തരും ചോദിക്കുക, റെസ്പോൺസ് തരുന്ന കുറച്ച് പേരല്ല, വേറെ ആരും നമുക്ക് റെസ്പോൺസ് തരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാം റെസ്പോൺസ് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് പേര് ആൻസർ തരുന്നുള്ളൂ. സോ നോഹ ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് ഞാൻ ഈ ക്ലാസ് ഉണ്ടായിരുന്നില്ല, എനിക്ക് ഈ ക്ലാസ് അറിയില്ല. എടാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചോദിച്ചു, ഒരു കുഴപ്പമില്ല, ഞാൻ പറയാം. സോ അറിയാത്ത കാര്യം ചോദിച്ചു തന്നെ പോകും, ക്ലിയർ ആക്കി തന്നെ പോകും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ, നമുക്കിപ്പോ ഒരു നഷ്ടമില്ല. നിങ്ങളിപ്പം ഇങ്ങനെ പഠിച്ചാലും പഠിച്ചില്ലേ നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടമില്ല. നമുക്ക് കിട്ടേണ്ട പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ആൻസർ അറിയാത്ത ചോദിച്ചു തന്നെ പോകും. ഇപ്പൊ നീ ഇനി മൾട്ടിപ്പിൾ ആയിട്ട് ഇനിയും ചോദിച്ചെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ആടെ മുന്നിൽ താഴെ പോകുന്നില്ല.
സോ നിനക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് നീ ചോദിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കാറ്റയോൺ എന്ന് പറഞ്ഞത് നമ്മൾ ഈ ടി വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞത്. കാറ്റയോൺ ഈ ടോപ്പ് പറയുന്ന പോലെ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസിനാണ് കാറ്റയോൺ എന്ന് പറയുന്നത്, നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസിനാണ് ആനോൺ എന്ന് പറയുന്നത്. സോ ഒരു ഇലക്ട്രോണെ കൊടുക്കുന്ന ഒരു എലമെന്റ് ആണ് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു എലമെന്റ് ആയിട്ട് മാറുന്നത്. ഇലക്ട്രോണെ മേടിക്കുന്ന ഒരു എലമെന്റ് ആണ് നെഗറ്റീവ് ചാർജ് ഉള്ള എലമെന്റ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോണെ കൊടുത്തു കഴിയുമ്പോൾ ഇത് തമ്മിൽ, അതായത് പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഈക്വൽ നമ്പറിൽ അല്ലെ ഈക്വാലിറ്റിയിലാണ് ഒരു ആറ്റം നിൽക്കുന്നതെന്ന് പറയുന്നത്. സോ ഒരു ഇലക്ട്രോണെ അത് കൊടുത്തു കഴിയുമ്പം അതിന്റെ പോസിറ്റീവ് ചാർജ് അല്ലെ ന്യൂക്ലിയസിന്റെ എഫക്ട് എന്ന് പറയുന്ന ബാക്കിയുള്ള ഇലക്ട്രോണിൽ കുറച്ചുകൂടെ പ്രയോറിറ്റി അല്ലെ കുറച്ചുകൂടെ സുപ്പീരിയർ ആയിട്ട് നിൽക്കും. സോ കാറ്റയോൺ എന്ത് ചെയ്യും, ആ ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണെ കുറച്ച് അടുത്തോട്ട് വലിക്കും. അങ്ങനെ പേരന്റ് ആറ്റത്തിനെ കാട്ടി കുറച്ചുകൂടി ഈ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് വെച്ചാൽ അല്ലെ എലമെന്റിന്റെ സൈസ് എന്ന് പറയുന്നത് ചെറുതാവും. സെയിം രീതിയിൽ ഒരു ആനോൺ വരുമ്പോൾ ഒരു ഇലക്ട്രോൺ വന്ന് എൻ്റർ ചെയ്യുന്നത് അതിന്റെ വാലൻസ് ഇലക്ട്രോണിലോട്ട്. അപ്പൊ എന്താ, ഇലക്ട്രോൺ റിപ്പൾഷൻ നടന്നിട്ട് കുറച്ചുകൂടെ അകലത്തിലേക്ക് ഈ ഇലക്ട്രോൺ വന്നിട്ട് നിൽക്കും. സോ അതിന്റെ സൈസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാ. പേരന്റ് ആറ്റത്തിനെക്കാട്ടി കാറ്റയോണിന്റെ ഇത് കുറവായിരിക്കും, ആനോണിന്റെ ഇത് കൂടുതലായിരിക്കും. അതായത് ഇലക്ട്രോൺ വന്നു ഇലക്ട്രോൺ പോയി എന്നുള്ള കൺസെപ്റ്റാ. ഇലക്ട്രോൺ പോകുമ്പോൾ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ ചാർജിനെക്കാട്ടി സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ന്യൂക്ലിയസ് കുറച്ചുകൂടെ അടുത്തേക്ക് ഇലക്ട്രോൺസിനെ പുള്ള് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന്റെ സൈസ് കുറയും. ആനോൺ വരുന്ന സമയത്ത് ഇലക്ട്രോൺ വന്ന് അഡീഷൻ ആണ് ചെയ്യുന്നത്. അപ്പം റിപ്പൾഷൻ കാരണം കുറച്ചുകൂടെ ഇലക്ട്രോൺസ് അതിന്റെ വാലൻസ് ഷെല്ലിൽ കുറച്ചുകൂടെ അകന്ന് നിൽക്കും. സോ അതിന്റെ സൈസ് പേരന്റ് ആറ്റത്തിനെക്കാട്ടി കൂടുതലായിരിക്കും. സെയിം കേസിൽ ഇതിന്റെ ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മുമ്പേ പറഞ്ഞ സെയിം ആൻസർ, അതായത് ടോപ്പിൽ നിന്ന് താഴോട്ട് ഒരു ഗ്രൂപ്പിൽ എലമെന്റ് വരുന്ന സമയത്ത് അതിന്റെ ഷെല്ലിന്റെ എണ്ണം കൂടുക. ഷെല്ലിന്റെ എണ്ണം കൂടുന്തോറും ആ എലമെന്റിന്റെ സൈസ് കൂടും. സോ എ ബി ഡി എന്ന് പറയുന്ന ഓപ്ഷൻസ് ശരിയാണ്. ഒരു ആൻസർ ആണ് തെറ്റെന്നുള്ളത് അത് സി ആണ്. ആറ്റത്തിന്റെ സൈസ് ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുന്തോറും ഇൻക്രീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഒരേ ഷെല്ലിലേക്ക് തന്നെയാണ് ഇലക്ട്രോൺ വന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരേ ഷെല്ലിനകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ആ ഷെല്ലിലുള്ള എലമെന്റിന് അടുത്തേക്ക് പുള്ളി ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുമ്പോൾ ഇതിന്റെ എണ്ണം ആറ്റമിന്റെ സൈസ് എന്ന് പറയുന്നത് കുറയുക ചെയ്യുന്നത്. സോ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഡി എൻ എയില് പ്രസന്റും ആർ എൻ എയില് ആബ്സെന്റും ആയിട്ടുള്ള നൈട്രജൻ ബേസ് ഇതിനകത്ത് ഏതാണ്? ഡി എൻ എയിൽ പ്രസന്റ് ഓക്കെ, തൈമിനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഡി എൻ എയിലുള്ള തൈമിനാണ്. ആർ എൻ എയിൽ അതിന് പകരം തൈമിന്റെ സ്ഥാനത്ത് ഉള്ളത് യുറാസിലാണ്. ഓർത്ത് വെച്ചോണേ. നൈട്രജനും ആർ എൻ എയിലും ഡി എൻ എയിലും ഉള്ള നൈട്രജൻ ബേസസ് ഏതെന്നുള്ള ഓർത്ത് വെച്ചോണം. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് ഡി എൻ എയിലുള്ളത്. അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് ആർ എൻ എ ഉള്ളത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് തൈമിനാണ്. ഇടയ്ക്ക് ഇരുന്ന് കുറച്ച് ബിരുദന്മാര് ചാടുന്നുണ്ട് ക്ലാസ്സിൽ നിന്ന്, അവരെ പിന്നെ പൊക്കിക്കൊള്ളു. പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് ഓഫ്. എന്തിന്റെ പോളിമേഴ്സിനെയാണ് പ്രോട്ടീൻ എന്ന് നമ്മൾ പറയുന്നത്? സിമ്പിൾ ആൻസർ ആണ്, അല്ല പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന സാധനം. ആൽഫ അമിനോ ആസിഡിന്റെ പോളിമറിനെയാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അമിനോ ആസിഡ്സ് പല ടൈപ്പ് ഉണ്ട്. ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്, ഡെൽറ്റ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ആൽഫ അമിനോ ആസിഡ്സ് മാത്രമാണ് പ്രോട്ടീൻസിനെ സിന്തസിസ് ചെയ്യുന്നത്. സോ ആൽഫ അമിനോ ആസിഡിന്റെ പോളിമേഴ്സിനെയാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഡൗട്ട് ഉണ്ട് അന്നേരമേ ഹാൻഡ് റൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുക, അല്ലെ അന്നേരം മൈക്ക് ഓപ്പൺ മ്യൂട്ട് മാറ്റിയിട്ട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ആൻസർ വന്നതെന്ന് ചോദിക്കുക, ക്ലിയർ ആക്കുക, പോവാ. ഓക്കെ, ഇത് മാക്സിമം നിങ്ങൾ യൂസ്ഫുൾ ആക്കി എടുക്കുക.
എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തോ, അപ്പോൾ ആ രീതി തന്നെ എടുക്കും. ഓക്കെ, രണ്ട് മോണോസാക്കറൈഡ്സ് യൂണിറ്റ്സിനെ ഒരു ഡൈസാഗ്രലിൽ എന്ത് വെച്ചിട്ടാണ് ലിങ്ക് ചെയ്തേക്കുന്നത്? പെപ്റ്റൈഡ് ലിങ്കേജ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഫോസ്ഫോഡൈ എസ്റ്റർ ലിങ്കേജ്, ഹൈഡ്രജൻ ബോണ്ട്. ഇതിൽ ഏത് വെച്ചിട്ടാണ് രണ്ട് മോണോസാക്കറൈഡ്സ്? നമ്മൾ പറഞ്ഞു സൂക്രോസിലെ ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും ആണ് ഉള്ളത്. അത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്തേക്കുന്ന ഒരു പ്രത്യേകതരം ബോണ്ട് വെച്ചിട്ടാന്ന് പറഞ്ഞു. ആ ബോണ്ട് ഇതിനകത്ത് ഏതാണ്? ഓക്കെ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, അതായത് ഒരു ഓക്സിജനെ വെച്ചിട്ടാണ് ഇത് ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്. അതിനാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. സോ പെപ്റ്റൈഡ് ലിങ്കേജ് അപ്പൊ എന്ത് രണ്ട് കാര്യങ്ങളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന സാധനമാണ് പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്? അമിനോ ആസിഡുകളെ ലിങ്കേജ് ചെയ്ത് പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നതാണ് പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോട്ടീൻസ് ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ അമിനോ ആസിഡിനെ തമ്മിൽ ലിങ്ക് ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് സിന്തസിസ് ചെയ്യുന്നത്. സോ അമിനോ ആസിഡ് തമ്മിലുള്ള ലിങ്കേജിനെയാണ് പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോസ്ഫോഡിയസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നതോ? അതെന്ത് തമ്മിലുള്ള ലിങ്കേജാ? ഫോസ്ഫോഡിയസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത് നോട്ട് എല്ലാരും ഫോളോ ചെയ്ത് പോണേ. നോട്ടിനകത്ത് ഇതിന്റെ എല്ലാ ആൻസർ ഉണ്ട്. ആൻസർ ഇതിനകത്ത് പറഞ്ഞു, ആദർശ് പറഞ്ഞാല്. ആദർശേ പറഞ്ഞോട്ടെ, നീ മ്യൂട്ട് മാറ്റിട്ട് പറ. ആൻസർ പറഞ്ഞോ, നീ ഇട്ടോ ശരിയാ. ഓക്കെ ഓക്കെ, പറഞ്ഞ DNA നൈട്രജൻ ബേസും ഫോസ്ഫറസ് ഗ്രൂപ്പും തമ്മിലുള്ള ലിങ്കേജിനാണ് ഫോസ്ഫോഡിയസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത്. ഈ മൂന്ന് ലിങ്കേജ് ഓർത്തിരിക്കണേ. പെപ്റ്റൈഡ് ലിങ്കേജ് അമിനോ ആസിഡ് തമ്മിലുള്ള ലിങ്കേജ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്രൈഡിലെ രണ്ട് മോണോസാക്രൈഡുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫോസ്ഫോഡിയസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിലുള്ള ലിങ്കേജ്. പെപ്റ്റൈഡ് എന്നുള്ളത് പി വെച്ചിട്ട് പ്രോട്ടീൻ എന്നുള്ള ഓർമ്മ ഇടണം. പ്രോട്ടീൻ എന്താ സിന്തസൈസ് ചെയ്തിട്ട് അപ്പൊ അമിനോ ആസിഡ് ആ ഒരു രീതിയിൽ ആലോചിക്കാം. ഗ്ലൈക്കോസിഡിനകത്ത് GL കണ്ടിട്ട് പറയാം. ഇപ്പൊ നമ്മള് പറഞ്ഞിരുന്നു സൂക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, സൂക്രോസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഒരു ഒലിഗോസാക്രൈഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞു. അതായത് എന്താ അതിനെ നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്ത് 2 മുതൽ 10 വരെയുള്ള മോണോസാക്രൈഡ്സ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് 2 മുതൽ 10 വരെയുള്ള മോണോസാക്രൈഡ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്നതിനെയാണ് ഒലിഗോസാക്രൈഡ് എന്ന് പറയുന്നത്. ആ ഒലിഗോസാക്രൈഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സിലെ ഒരു ടൈപ്പാണ് ഡൈസാക്രൈഡ് എന്ന് പറയുന്നത്. ഡൈ എന്ന് പറഞ്ഞാൽ 2, അപ്പൊ 2 മോണോസാക്രൈഡ് കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്നതിനെയാണ് ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സൂക്രോസ് എന്ന് പറയുന്നത്. സൂക്രോസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ടേബിൾ ഷുഗറിനെയാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടേബിൾ ഷുഗർ, അതാണ് സൂക്രോസ് എന്ന് പറയുന്നത്. ആ സൂക്രോസ് എന്ന് പറയുന്ന ഫോം ചെയ്യുന്ന 2 മോണോസാക്രൈഡ്സ് വെച്ചിട്ടാണ്. ആ 2 മോണോസാക്രൈഡ് എന്ന് പറയുന്നത് ഒന്ന് ഗ്ലൂക്കോസും ഒന്ന് ഫ്രക്ടോസും. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒരുമിപ്പിച്ച് ചേർന്ന് ഉണ്ടാവുന്നതാണ് സൂക്രോസ് എന്ന് പറയുന്നത്. അതൊരു ഡൈസാക്രൈഡിന് എക്സാമ്പിളാണ്. അപ്പം ഇത് തമ്മിലുള്ള കണക്ഷൻ അല്ലെ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്, ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ ബോണ്ട് വഴിയാണ് ചെയ്യുന്നത്. ആ ഓക്സിജൻ ബോണ്ടിനെയാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്ത് ആൽഫ അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്താണ്
പ്രോട്ടീൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് അമിനോ ആസിഡ് തമ്മിലുള്ള ഇടയിലെ ബോണ്ടിനെയാണ് എന്ത് നമ്മൾ പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. അതേപോലെ DNA-ല് നൈട്രജൻ ബേസിസ് ഉണ്ട്, ഫോസ്ഫറിക് ആസിഡ് ഉണ്ട്, പിന്നെ ഷുഗർ മോളിക്കൂൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് DNA എന്ന് പറയുന്നത്, അല്ലെ RNA എന്ന് പറയുന്നത്. സോ അതിലെ ആ നൈട്രജൻ ബേസും ഫോസ്ഫറസ് ഗ്രൂപ്പും തമ്മിലുള്ള ലിങ്കേജ് ചെയ്യുന്നതിനാണ് ഫോസ്ഫാഡിഎസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ 3 ലിങ്കേജ്. ഓർത്തിരിക്കണേ, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്ലൂക്കോസും ലാക്ടോസും തമ്മിലെ ബോണ്ട് ഒന്ന് പറയൂ. ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്ന് വരുമ്പോ എന്താണ് ചോദിച്ചത്? ഓക്സിജൻ ബോണ്ടിന്റെ പേര് അതിനെയാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. എന്ത് ഫോം ചെയ്യാന്നാണ് നീ ചോദിച്ചത്? അതോ ബോണ്ടിന്റെ പേര് അയച്ചു. അതാ പറഞ്ഞേ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അതിപ്പം ഗ്ലൂക്കോസും ഫ്രക്ടോസിന്റെ ഇടയാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു മോണോസാക്രൈഡാ, ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഒരു മോണോസാക്രൈഡാ. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്നതാണ് ഡൈസാക്രൈഡ് എന്ന് പറയുന്നത്. അതായത് രണ്ട് മോണോസാക്രൈഡ് ചേരുന്നത്, അതാണ് സൂക്രോസ് എന്ന് പറയുന്നത്. സൂക്രോസ്. അപ്പം ആ രണ്ട് മോണോസാക്രൈഡ് എന്ന് പറയുന്നതാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഇത് തമ്മില് കമ്പൈൻ ചെയ്യുന്നതാണ് ആ ബ്രിഡ്ജ് അല്ലെ ലിങ്കേജിനാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. ഈ GL ഓർത്താൽ മതി, ഗ്ലൂക്കോസിന്റെ GL ഗ്ലൈക്കോസിഡിക്, അത് ഓർത്താൽ മതി. മോണോസാക്രൈഡ് എന്നുള്ള കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. നോട്ട് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പൊ നീ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ബാക്കി നിനക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അല്ലെ റെക്കോർഡ് ക്ലാസ്സസ് ഇപ്പൊ താമസിയാതെ അപ്ലോഡ് ചെയ്യും, അപ്പം അതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഭാഗമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ സി കനോട്ട് ബി സ്റ്റോർഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. എന്തുകൊണ്ടാണ് വൈറ്റമിൻ സി നമ്മുടെ ഹ്യൂമൻ ബോഡി സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത്? 4 ഓപ്ഷൻസ് ഉണ്ട്. അത് ഫാറ്റ് സോല്യൂബിൾ ആയതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു വൈറ്റമിൻസിന് രണ്ടായിട്ട് തിരിക്കാം, എന്ത് ഫാറ്റ് സോല്യൂബിൾ എന്നും വാട്ടർ സോല്യൂബിൾ എന്നും. അപ്പോൾ അതില് എന്ത് കാരണം കൊണ്ടാണ് വൈറ്റമിൻ സി നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത്? ഒരു സെക്കൻഡ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ ആണ്. നിങ്ങൾക്ക് എന്റെ സൗണ്ട് ക്ലിയർ ആണോ അതോ ഓവർ എക്കോ എല്ലാം തോന്നുന്നുണ്ടോ? ആൻസർ വാട്ടർ സോല്യൂബിൾ ആണ്. നമ്മുടെ ബോഡിയിൽ ഒരു പരിധി കൂടുതൽ വൈറ്റമിൻ സി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ യൂറിനായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതായത് വാട്ടർ സോല്യൂബിൾ ആയതുകൊണ്ട്. ഓക്കെ, വാട്ടർ സോല്യൂബിൾ ആയതുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള വാട്ടേഴ്സിൽ ഡിസോൾവ് ആയിട്ട് നമ്മുടെ യൂറിനായിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുണ്ട്, വാട്ടർ സോല്യൂബിൾ ആയിട്ട് രണ്ടായിട്ടാണ് വൈറ്റമിൻസിനെ തിരിച്ചേക്കുന്നത് പറഞ്ഞു. അപ്പം ഫർദർ ആയിട്ട് അങ്ങോട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയാം ഇതിനകത്ത് ഏതൊക്കെയാണ് വാട്ടർ സോല്യൂബിൾ ഏതൊക്കെയാണ് ഫാറ്റ് സോല്യൂബിൾ എന്ന് ഓർക്കണം. ഇതിനെ തന്നെ ബേസ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ട് വരുന്നുണ്ട്. സോ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 117ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പില് മെമ്പർ ആയിരിക്കും? ഇതിൽ ഏത് ഗ്രൂപ്പിലെ മെമ്പർ ആയിരിക്കും 117ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്? കുറച്ച് ട്രിക്കിയാണ്, പക്ഷെ ആൻസർ സിമ്പിളാണ്. ഭയങ്കര കാൽക്കുലേഷനിലിട്ടൊന്നും പോകണ്ട, സിമ്പിൾ ആണ്. ഓർത്തോ, നമ്മുടെ പീരിയോഡിക് ടേബിൾ ആകെ 118 എലമെന്റ് ആണ് ഉള്ളത്. 118 എലമെന്റ്. അപ്പൊ 117ാമത്തെ എലമെന്റ് എത്രാമത്തെ ഗ്രൂപ്പിലായിരിക്കും എന്നുള്ളൊരു ഐഡിയ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ടോട്ടല് 18 ഗ്രൂപ്പാണുള്ളത്. അതില് 118 എലമെന്റ് ആണ് ടോട്ടൽ ഉള്ളത്. ടോട്ടൽ 18 ഗ്രൂപ്പേ ഉള്ളൂ.
ഓക്കെ, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ആണ്. 118 എണ്ണം കംപ്ലീറ്റ് ആണ്. അപ്പൊ 118ാമത്തെ എലമെന്റ് എത്രാമത്തെ ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 117ാമത്തെ എലമെന്റ് എത്രാമത്തെ ഗ്രൂപ്പിലായിരിക്കും? 17ാമത്തെ ഗ്രൂപ്പിലായിരിക്കും. പക്ഷെ എല്ലാ കേസിലും ശരിയാവണമെന്നില്ല. കാരണം ഒരു കുറച്ചിങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് എന്താ, നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് വരും, ആക്ടിനേറ്റ്സ് ഒക്കെ വരും. അപ്പം പക്ഷെ ഒരു ടൈപ്പ് വരെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് പറയാം. അതായത് ഏകദേശം ഒരു 110, 118, 113 തൊട്ട് നിങ്ങൾക്ക് പറയാം. 113 അല്ല, 103 തൊട്ടുള്ള എലമെന്റ് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് പറയാം. 103 തൊട്ട് 118 വരെയുള്ള എലമെന്റ് കൺഫേം ആയിട്ട് പറയാം ഏത് ഗ്രൂപ്പിലായിരിക്കും. കാരണം അതിന് മുമ്പുള്ള കുറച്ച് എലമെന്റ്സ് ആക്ടിനേറ്റ് സീരീസിനകത്ത് വരും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ച് തിരക്കുണ്ട് ഇവിടെ, അതാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. അപ്പം ഫോളോയിങ് പ്രോപ്പർട്ടീസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പം ഏത് പ്രോപ്പർട്ടിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഓക്കെ, ആൻസർ എല്ലാവരും ഇട്ടേക്കുന്നത് ശരിയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് മെറ്റാലിക് ക്യാരക്ടറായിട്ട് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്തെടുക്കാനുള്ള അല്ലെ ഒരു ബോണ്ടഡ് ഷെയർഡ് ബോണ്ടില് ഒരു ഇലക്ട്രോണെ ആ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ അടുത്തോട്ട് പുള്ളി ചെയ്യാനുള്ള എബിലിറ്റി ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു, ഒരു പീരീഡില് ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ ഒരേ ഷെല്ലിലോട്ടാണ് ഇലക്ട്രോൺസ് ഒന്ന് ഒക്കുപ്പൈ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ ചാർജും കൂടുതലായിരിക്കും. കാരണം ന്യൂക്ലിയസിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണയും സെയിം ആയിരിക്കും. അപ്പൊ ഒരേ ഷെല്ലിലോട്ട് വന്ന ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ റേഞ്ചിൽ തന്നെയാണ്. സോ അതിന് പുള്ളി അടുത്തോട്ട് വലിക്കാൻ പറ്റും. അപ്പം ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ്, അറ്റോമിക് റേഡിയസ് കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ മെറ്റാലിക് ക്യാരക്ടറും നമുക്കറിയാം. നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിനും സെക്കൻഡ് ഗ്രൂപ്പിനും അറിയപ്പെടുന്ന തന്നെ ആൽക്കലി മെറ്റൽസ് അല്ലെ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നുള്ള രീതിയിൽ. അപ്പൊ മെറ്റൽസ് എന്ന് പറയുന്ന അവിടുന്ന് അങ്ങോട്ട് പോകും തോറും എന്താ നമ്മുടെ 17ാമത്തെ അല്ലെ 16ാമത്തെ എലമെന്റ് എന്നൊക്കെ വരുമ്പം ഏതാ ഓക്സിജന്, സൾഫർ, അങ്ങനത്തെ എലമെന്റ്സ് ഒക്കെയാണ് വരുന്നത്. അതെല്ലാം ഗ്യാസസ് ആണ്. സോ ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് വരുമ്പോൾ എന്താ, മെറ്റാലിക് ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അയനൈസേഷൻ എന്താൽപ്പി മുമ്പേ നമ്മൾ അതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഒരു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസില് അയോണിക് റേഡിയസ് കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ അറിയോ? കൺഫ്യൂസ് ആവല്ലേ, നമ്മൾ മുമ്പേ പറഞ്ഞൊരു കാര്യമായിട്ട് കൺഫ്യൂസ് ആയി പോയി ഇതിന്റെ ആൻസർ. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, കാറ്റിയോണിന്റെ സൈസ് അപ്പരും കുറവായിരിക്കും, ആനോണിന്റെ സൈസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അതിന്റെ കാരണം നമ്മൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞു.
സോ അത് വെച്ച് റിലേറ്റ് ചെയ്തിട്ട് ഇതിനകത്തെ കാറ്റയോന്റെ ആനയോന്റെ സൈസിനെ പറയാൻ നിൽക്കരുത്. തെറ്റിപ്പോ നിങ്ങൾക്ക് ആൻസർ. നിങ്ങൾ വേണ്ട എക്സാമിന് വരുമ്പോൾ നിങ്ങളെ കുഴപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം കാറ്റയോൺസിന്റെ സൈസ് പേരന്റ് ആറ്റത്തിനെക്കാട്ടി കുറവായിരിക്കും, ആനിയോൺസിന്റെ സൈസ് പേരന്റ് ആറ്റത്തിനെക്കാട്ടി കൂടുതലായിരിക്കും. അതായത് നെഗറ്റീവ് ചാർജുള്ള എലമെന്റിന് പേരന്റ് ആറ്റത്തിനെക്കാട്ടി എന്താ കൂടുതൽ സൈസ് ആയിരിക്കും, പോസിറ്റീവ് ചാർജുള്ള പേരന്റ് ആറ്റത്തിനെക്കാട്ടി കുറവ് സൈസ് ആയിരിക്കും എന്നുള്ള ഒരു തിയറി നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ കേസ് എന്ന് വെച്ചാൽ ഈ ഒരു ടേം നോക്കാം, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നുള്ളത്. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂസ് ആയെന്ന് തോന്നി. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ടേം ഓർത്തിരിക്കാം, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്തുവാണ്. അതായത് ഒരേ ഇലക്ട്രോണിന്റെ എണ്ണമുള്ള, അതായത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ഡിഫറെന്റ് എലമെന്റ്സിനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ കാറ്റയോന്റെ അനോണിന്റെ കേസ് പറഞ്ഞു. കാറ്റയോന്റെ സൈസ് എന്തുകൊണ്ട് കുറയുന്നു, അനോണിന്റെ സൈസ് എന്തുകൊണ്ട് കൂടുന്നു എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാ? ഇലക്ട്രോൺ വരുന്നതും ഇലക്ട്രോൺ പോകുന്നതും വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരെണ്ണത്തിനകത്തോടെ ഇലക്ട്രോൺ വരുമ്പോൾ റിപ്പൾഷൻ കാരണം സൈസ് കൂടുന്നു, ഒരെണ്ണത്തിനകത്ത് ഇലക്ട്രോൺ പോകുമ്പം ന്യൂക്ലിയസിന്റെ ചാർജിന്റെ എഫക്ട് കാരണം സൈസ് കുറയുന്നു എന്നുള്ള രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നുള്ളതാണ്. അതായത് സെയിം ഇലക്ട്രോൺ ആണ് ഈ പറഞ്ഞേക്കുന്ന നെഗറ്റീവ് ചാർജ് ഉള്ളതിനകത്തും ഈ പോസിറ്റീവ് ചാർജ് ഉള്ളതിനകത്തും എന്താ സെയിം ഇലക്ട്രോൺ ആണ് ഉള്ളത്. സോ ഇലക്ട്രോൺ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് ഇവിടെ എല്ലാത്തിനും സെയിം ആയിരിക്കും. പകരം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് ന്യൂക്ലിയസിലെ ന്യൂട്രോണിന്റെ എണ്ണമാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ചാർജിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇലക്ട്രോണിന്റെ എണ്ണമാണ് ഇവിടെ കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്നേരം എന്താ, ന്യൂക്ലിയസിന്റെ എണ്ണം ചാർജ് എന്ന് പറയുന്നത് എന്താ, അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ ചാർജ് കൂടിക്കൊണ്ടായിരിക്കുന്നത്. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ആൻഡ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ ആണല്ലോ. അപ്പം പ്രോട്ടോണിന്റെ ചാർജ് അല്ല സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ആൻഡ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് നമ്മൾ പറയുന്നത്. പ്രോട്ടോൺ ആൻഡ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. സോ എന്താ, ഇലക്ട്രോണിന്റെ എണ്ണം ഇവിടെ സെയിം ആക്കുന്നത് കോൺസ്റ്റന്റ് ആവുന്ന സമയത്തും അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്താ, പ്രോട്ടോണിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ്, പോസിറ്റീവ് ചാർജ് കൂടിക്കൊണ്ടിരിക്കുക അവിടെ ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വെച്ചിട്ടാ എന്താ ഇതിന്റെ കാര്യം പറയുന്നത്. സോ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്താ, അയോണിക് റേഡിയസ് കൂടുക ചെയ്യുന്നത്. സോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ശ്രദ്ധിക്കുക, ഇതിൽ ഏത് എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ആണോ കൂടുതൽ അതിനായിരിക്കും ഏറ്റവും സൈസ് കൂടുതൽ. സോ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ കേസിൽ എന്താ, അയോണിക് റേഡിയസ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ എന്താ, കൂടുവാണോ പറയണോ, ട്രൂ ആണോ ഫോൾസ് ആണോ? വേറെ ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ആൻസർ പറഞ്ഞു കഴിഞ്ഞില്ല, എന്നിട്ടേക്കാണ് റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ, ട്രൂ ആണ് ആൻസർ. ഇതിനകത്ത് ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഉള്ള എലമെന്റ് ഏതാണ്? മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. വാക്കുള്ളവരുടെ ആൻസർ ഇല്ലേ? എല്ലാവരും ആൻസർ ഇട്ടെ. ക്ലാസ്സിനകത്തുള്ള 15 ആൻസർ എനിക്ക് വേണം. 15 മൊത്തം 17 പേരുണ്ട്. അതില് ഒന്ന് ഞാൻ ഒന്ന് ഷാനവാസ് ധരിച്ചേക്ക. സോ ഇതിനകത്ത് ഒരാൾ എന്റെ ആൻസർ എന്തുകൊണ്ടാണ് ഫ്ലൂറിൻ വന്നതെന്ന് പറയാമോ? ഒരാൾ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, അല്ലെങ്കിൽ
മൈക്ക് ഓൺ ആക്കി പറഞ്ഞാലും മതി. എന്തുകൊണ്ടാണ് ഫ്ലൂറിൻ മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഉള്ള എലമെന്റ് ആയിരുന്നു? ഇപ്പൊ ക്ലോറിൻ ആയോ? നേരം ക്ലോറിൻ ആയിരുന്നല്ലോ, പെട്ടെന്ന് എങ്ങനെ ക്ലോറിൻ ആയോ? ഇവിടെ നമ്മൾ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള എലമെന്റ് എന്നല്ല പറഞ്ഞേക്കുന്നേ. ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് ഇവിടെ ചോദിച്ചേക്കുന്നേ. മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താ? ഫ്ലൂറിൻ ആണ്. പക്ഷെ മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്നുള്ള ആൻസർ ചോദിച്ചാൽ അതിന്റെ ആൻസർ ക്ലോറിൻ ആണ്. തെറ്റിപ്പോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുമ്പേ പറഞ്ഞു, ഒരു ബോണ്ടഡ് പെയറിൽ അതിന്റെ അടുത്തേക്ക് ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഒരിടത്തുനിന്ന് ഇലക്ട്രോണെ സ്വന്തമാക്കാൻ, ഒരു സ്റ്റേബിളിൽ നിൽക്കുന്ന ഒരു എലമെന്റിനകത്ത് ഒരു ഇലക്ട്രോണെ സ്വന്തമാക്കാനുള്ള കഴിവ് കൂടുതൽ ആർക്കാണ് അവിടെ ചോദിച്ചേക്കുന്നത്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്. ഓക്കെ, എന്തുകൊണ്ട് ക്ലോറിൻ വന്നു എന്ന് വേണം നിങ്ങൾക്ക് ചോദിക്കാം. കാരണം നമ്മൾ എല്ലാ കേസിലും താഴോട്ട് വരുമ്പോൾ എല്ലാ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ ഉള്ള കേസ് പറഞ്ഞാലും ടോപ്പിൽ താഴോട്ട് വരുന്ന കേസ് വരുമ്പോൾ ക്ലോറിൻ ആണ് വരേണ്ടത്. എന്തുകൊണ്ട് ക്ലോറിൻ വരുന്നു ചോദിക്കുവാണെങ്കിൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് ചോദിക്കുന്നില്ല. സൈസ്, അതെ, സൈസ് മെയിൻ ആയിട്ട് സൈസ് വേണ്ടി പറയാം. അതായത് ഫ്ലൂറിന്റെ കേസിൽ ലാസ്റ്റ് അത് വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 2p ഓർബിറ്റലാണ്. ഓക്കെ, 1s2 2s2 2p ഓർബിറ്റലാണ് ആരുടെ? ഫ്ലൂറിന്റെ ലാസ്റ്റ് വാലൻസ് എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് ക്ലോറിന്റെ കേസിൽ ലാസ്റ്റ് വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 3p ഓർബിറ്റലാണ്. സോ 3p ഓർബിറ്റലിന് കുറച്ചുകൂടെ സൈസ് കൂടുതലാണ് 2p ഓർബിറ്റലിനെ കാട്ടി. സോ ഒരു ഇലക്ട്രോണെ ഒക്കുപ്പൈ ചെയ്യാനുള്ള സൈസ് ഫ്ലൂറിനെ കാട്ടി ക്ലോറിന് കൂടുതലാണ്. അതിന്റെ ഓർബിറ്റലിന്റെ സൈസ് വെച്ചിട്ടാണ് 2p ഓർബിറ്റലിനെ കാട്ടി സൈസ് 3p ഓർബിറ്റലിനായതുകൊണ്ട് ഇലക്ട്രോണെ ഒക്കുപ്പൈ ചെയ്യാൻ. മറ്റേത് ഓർത്തിരിക്കുക, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാല് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അടുത്തേക്ക് വലിച്ചു നിർത്തുക. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറഞ്ഞുള്ളൂ, അതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോ ഗെയിൻ എന്താൽപ്പി എന്ന് വെച്ചാൽ അപ്പുറത്തുള്ള ഒരു ഇലക്ട്രോണെ സ്വന്തമാക്കി എടുക്കുക. ഓക്കെ, രണ്ടും തമ്മിൽ മാറിപ്പോവില്ല. അപ്പം ക്ലോറിന് സ്വന്തമാക്കി എടുത്താൽ അതായത് ഒരു പെണ്ണിനെ വലിച്ചിറക്കിക്കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് താമസിപ്പിക്കാൻ സ്വന്തമായിട്ട് സ്ഥലം വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഫ്ലൂറിൻ അല്ലാത്തത്. സ്വന്തമായിട്ട് സ്ഥലം ഉള്ളതുകൊണ്ട് ക്ലോറിൻ ആണ് ഏറ്റവും കൂടുതൽ ഗെയിൻ ആയിട്ടുള്ള മനുഷ്യൻ. ഗെയിൻ എല്ലാം കിട്ടുന്ന പുള്ളിക്കാണ്. ഇങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന പോലെ. ഓക്കെ, ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതൽ, ഫ്ലൂറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ, മാറിപ്പോവല്ലേ, തെറ്റിക്കലേ. ഇനി ഇപ്പൊ ഒരാൾ ഇട്ടതിന്റെ പുറകെ നിങ്ങൾ ഒരേ ആൻസർ ആയിട്ട് ചുമ്മാ ഇട്ടെന്നേ ഉള്ളോ, അതോ കൺഫ്യൂസ് ആയതുകൊണ്ട് മാറ്റി ഇട്ടതാണോ? ഞാൻ പിന്നെയും പറയുക, നിങ്ങളുടെ ആവശ്യമാണ്. സോ പഠിച്ചു പോയാൽ നിങ്ങൾക്കാ നല്ലത്. പൈസ കൊടുത്തിട്ട് നിങ്ങൾ കയറുന്നതാണ്. നമുക്കൊരു നഷ്ടവും ഇല്ല അതിനകത്ത്. സോ യൂസ്ഫുൾ ആക്കി എടുക്കുക. ഞാൻ പറഞ്ഞു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളുടെ അടുത്ത് നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് നിങ്ങൾ ഫ്രണ്ട്ലി ആവാത്തടത്ത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എൻ്റെ അടുത്ത് നോർമലായിട്ട് സംസാരിച്ചു, ഞാൻ തിരിച്ച് നോർമലായിട്ട് തന്നെ സംസാരിക്കും. കാര്യങ്ങൾ പറയാം. സ്പോർട്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തിപ്പോ സംസാരിക്കാം. എപ്പോഴും അല്ല, ഇടയ്ക്ക് ഒരു ബ്രേക്ക് വേണം. ഇപ്പൊ കണ്ടിന്യൂസ് ക്ലാസ് നിൽക്കുക, ഇപ്പൊ 2 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ക്ലാസ് എടുത്ത് നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് മടുപ്പാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. എന്താ ഇപ്പൊ UCL ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞേ ഉള്ളൂ, അതിന്റെ വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആരാ ഇപ്പം ബ്രോയുടെ പ്രഡിക്ഷൻ എന്താ, ആര് ചാമ്പ്യൻസ് ലീഗ് അടിക്കും, ബ്രോയുടെ പ്രഡിക്ഷൻ എന്താ, അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കാം. അല്ലെ സ്പോർട്സ് അല്ല വേറെ സിനിമ ബേസ്ഡ് എന്തെങ്കിലും ആണെങ്കിൽ അത് ചോദിക്കാം. ഏതെങ്കിലും സിനിമ കണ്ടോ, അതിന്റെ റെസ്പോൺസ് എന്താ, ബ്രോയുടെ അഭിപ്രായം എന്താ, ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് കമ്പനി അടിക്കുന്ന ടെൻഷനാണ്, നിങ്ങൾക്ക് കമ്പനി ആയിട്ട് തന്നെ ചോദിക്കാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചൂടെ പോവാം. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ നമുക്ക് മനസ്സിൽ 1 രൂപയെങ്കിൽ 1 രൂപ നിങ്ങളുടെ അടുത്തുനിന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടണമെന്ന് നമുക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇത് വെച്ച് രക്ഷപ്പെടണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം യൂസ്ഫുൾ ആക്കി എടുക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂസ്ഫുൾ ആക്കി എടുക്കുക. പിന്നീട് ഞാനത് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ പരിതപിക്കരുത്. സോ
ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിൽക്കുക, കമ്പനി അടിക്കേണ്ട പോലെ കമ്പനി അടിക്കുക, ഡൗട്ടുള്ള കാര്യം ചോദിക്കുക, ഫ്രണ്ട്ലി ടോക്ക് നടത്തുക. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാ. പക്ഷെ നിങ്ങളാരും എൻ്റെ അടുത്ത് വലുതായിട്ട് സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് സംസാരിക്കാത്തത്. എന്റെ കാര്യം മാത്രം പറഞ്ഞു വന്നു. നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ ഞാൻ തിരിച്ച് സംസാരിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു സൂക്രോസ് എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്നതാണെന്ന്. അതായത് ഹൈഡ്രോലിസിസ് നടത്തിയാൽ സൂക്രോസ് എന്ന് പറഞ്ഞ ഡൈസാക്രൈഡിനെ 2 മോണോസാക്രൈഡ് ആയിട്ട് മാറ്റാന്ന് പറഞ്ഞു. ആ 2 മോണോസാക്രൈഡ് ആണ് നമ്മൾ പറഞ്ഞ ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്ന് പറഞ്ഞത്. സെയിം രീതിയിൽ ലാക്ടോസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മിൽക്കിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഷുഗറിനെ ഹൈഡ്രോലിസിസ് ചെയ്താൽ, അതായത് സെപ്പറേറ്റ് ചെയ്താൽ 2 മോണോസാക്രൈഡ് ആയിട്ട് നമ്മൾക്ക് കിട്ടും. ആ 2 മോണോസാക്രൈഡ് എന്ന് പറയുന്നതിനകത്ത് ഏതാ? ആൻസർ ഇട്ടോ, ബാക്കിയുള്ളവർ ഇട്ടോ, പറഞ്ഞു പോകാം, അത് കഴിഞ്ഞിട്ട് പറയാം ആൻസർ. കുറച്ചിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പം ചോദിച്ചോ, കുഴപ്പമില്ല. നിങ്ങൾ ആൻസർ പറഞ്ഞതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. അല്ല പിന്നെ നിങ്ങൾ ആൻസർ ഇടുന്ന വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കും. തെറ്റിയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആരും പിടിച്ച് കഴിഞ്ഞാൽ പോകുന്നില്ല. അത്രേ ഉള്ളൂ. അറിയത്തില്ല, ദാറ്റ്സ് ഓൾ. അറിയില്ല എന്ന് പറയാം. അത് ആരുടെയും അറിയാനുള്ള ആഗ്രഹം ഞാനത്തോട് പ്രകടിപ്പിക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഞാൻ എടുക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ഗ്ലൂക്കോസ് ഒരു ഫ്രക്ടോസും കിട്ടുന്നത് സുക്രോസ് എന്ന് പറഞ്ഞു. ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും കിട്ടുന്നത് ലാക്ടോസ്. ഓക്കെ, ലാക്ടോസ് എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും കിട്ടുന്നത്. മാൾട്ടോസ് ആണ് 2 മോളിക്കൂൾ ഓഫ് ഗ്ലൂക്കോസ് കിട്ടുന്നത്. ഓക്കെ, ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും ആണ് കിട്ടുന്നത് സൂക്രോസ്. ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും ആണ് നമുക്ക് കിട്ടുന്നത് ലാക്ടോസ്. 2 മോളിക്കൂൾ ഓഫ് ഗ്ലൂക്കോസ്, അതായത് 2 ഗ്ലൂക്കോസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് മാൾട്ടോസ്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഈ ക്ലാസ്സിൽ അറ്റൻഡൻസ് കുറയുന്നത് വെച്ച് ഞാൻ ഷാനുവിനോടൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഈ ക്വസ്റ്റ്യനെയറിന്റെ എങ്കിലും തരണ്ടാവും. കാരണം റെക്കോർഡ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല എണ്ണം ക്ലാസ്സിൽ കയറായിരിക്കും. ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അത് മാക്സിമം യൂസ് ആക്കുക എന്നുള്ള കാര്യമുള്ളൂ. എന്നാലും യൂസ് ആക്കാത്തവരോടൊന്നും പറയാനില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ക്ലാസ്സിൽ കയറി വരാം. നിങ്ങളോട് തന്നെ പറയുന്നു. ഇതിനകത്ത് ഏത് അമിനോ ആസിഡാണ്, ഈ ഓപ്ഷനിൽ ഏത് അമിനോ ആസിഡാണ് എസെൻഷ്യൽ അമിനോ ആസിഡിന്റെ കാറ്റഗറിയിൽ വരുന്നത്? ഞാൻ ക്ലാസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, എക്സാമ്പിളും ജസ്റ്റ് നോക്കിക്കോണം. എസെൻഷ്യൽ അമിനോ ആസിഡിന്റെ കാര്യം ഇത് നോർമലി നിങ്ങൾക്ക് ഇത്രയും ടഫായിട്ട് ചോദിക്കുമെന്ന് എനിക്ക് ഡൗട്ടാ. കാരണം എക്സാമ്പിൾ ബേസിസിൽ ഡൗട്ടാ, അങ്ങനെ അത്രയും പാടാക്കുമോ എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒരു 10 എണ്ണത്തിന്റെ ജസ്റ്റ് പേരോ ആദ്യത്തെ അക്ഷരമോ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോയാൽ, അഥവാ അത്രയും ടഫായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. എസെൻഷ്യൽ ഏതാ നോൺ എസെൻഷ്യൽ ഏതാന്നുള്ളത്. ഓക്കെ, വലീനാണ് അതിനകത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അമിനോ ആസിഡിനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. നമ്മുടെ ബോഡിയിലേക്ക് വേറൊരു വഴി, അതായത് ഡയറ്റിലൂടെ അല്ലെ നമ്മുടെ ആഹാരത്തിലൂടെ ഇൻടേക്ക് ചെയ്യേണ്ട അമിനോ ആസിഡ്സിനാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്ന അമിനോ ആസിഡ്സിനാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസിലെ ഗ്ലൈസീന്, അലാനിന്, സെറൈൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്ന, അതായത് സ്വയം ഉണ്ടായി വരുന്ന അമിനോ ആസിഡ് ആണ്. ഇതിനകത്ത് വലീനാണ് ഇതിനകത്ത് ആൻസർ പറയാൻ തെറ്റിയെന്ന് തോന്നുന്നു. ഗ്ലൈസീന്, അലാനിന്, സെറീന് നമ്മുടെ ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്നതാണ്. വലീനാണ് നമ്മുടെ ഡയറ്റ് വഴി നമ്മൾ ഒരു ടേഴ്സറി അല്ലെ സെക്കൻഡറി മാർഗം വഴി നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത് വലീനാണ്. സോ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് വലീനാണ്. അതേപോലെ ബേസിക് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ഏതാണെന്ന് വേണ്ടി ചിലപ്പോൾ ചോദിക്കാം. അതായത് NH നമ്മൾ പറഞ്ഞു അമിനോ ആസിഡിനെ 3ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞു. അസിഡിക്, ബേസിക്, ന്യൂട്രൽ. അതായത് COH ഗ്രൂപ്പ് കൂടുതലുള്ളതിനെ അസിഡിക് എന്നും NH2 ഗ്രൂപ്പ് കൂടുതലുള്ളതിനെ ബേസിക് എന്നും, 2ന്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ അതിനെ ന്യൂട്രലും അമിനോ ആസിഡ്, അങ്ങനെ 3ആയിട്ട് നമുക്ക് തിരിക്കാന്ന് പറഞ്ഞു. സോ ബേസിക് അമിനോ ആസിഡിന്റെ ഒരു എക്സാമ്പിൾ ലൈസിൻ എന്ന് പറഞ്ഞു. ഓക്കെ, ലൈസിൻ ഓർത്തിരിക്കാം. അതിനകത്ത് NH ഗ്രൂപ്പിന്റെ ആണ് അളവ് കൂടുതൽ. ബ്രോ പറഞ്ഞു.
നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് എസെൻഷ്യൽ അതോ നോൺ എസെൻഷ്യൽ? ജസ്റ്റ് നിങ്ങൾ ഓർക്ക്, എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആവശ്യമുള്ളത് അല്ലെ? എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്. അപ്പൊ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, എസെൻഷ്യൽ എന്ന് വെച്ചാൽ ആവശ്യമുള്ളത്, അത് പുറത്തുനിന്ന് ആവശ്യമുള്ളത് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല, വെളിയിൽ നമുക്ക് ആവശ്യമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ആവശ്യമുള്ളത്, നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ആവശ്യമില്ലാത്തത്. ഓക്കെ, വലയനപ്പോ എസെൻഷ്യൽ ആണല്ലേ? വലിയ എസെൻഷ്യൽ നമ്മൾ ഡയറ്റിൽ നിന്ന് നമ്മുടെ ഉൾപ്പെടുത്തേണ്ടതാണ്, നമ്മുടെ ബോഡി സിന്തസിസ് ചെയ്യുന്നതല്ല. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്, അതായത് പുറത്തുനിന്ന് ആവശ്യമുള്ളത്. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമുക്ക് ആവശ്യമില്ല, ആ ഒരു രീതി എടുത്താൽ മതി. ഈ ഒരു ആൻസർ നിങ്ങളുടെ ഇതിന് ആൻസർ നിങ്ങൾക്ക് പറ്റുമോ എന്ന് പറയാമോ? കാരണം ഞാൻ ഈ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഇത് ഓടിച്ചു വിട്ടാ പറഞ്ഞത്, കാരണം അത്രയും ഇതായിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ ഓടിച്ചു വിട്ടാ പറഞ്ഞത്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്ക്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, പറയാൻ പറ്റുമോ നോക്ക്, തെറ്റിയാലും കുഴപ്പമില്ല. ആൻസർ ഞാൻ പറയാമേ. അറിയത്തില്ലേ? ഓക്കെ, അറിയാമെങ്കിൽ പറഞ്ഞു, ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിന്റെ ആൻസർ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഓക്കെ, അതായത് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനിൽ മെയിൻ ആയിട്ട് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടിനെ പറ്റിയാണ്. പെപ്റ്റൈഡ് ബോണ്ട് വഴി അമിനോ ആസിഡ്സിനെ കണക്ട് ചെയ്ത് പോകുന്നതിനാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മുത്തുമാല പോലെ കോർത്തിടുന്നു പറഞ്ഞു. അതായത് അതിനകത്ത് ഈ മുത്താണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്, അതിനകത്ത് നൂലാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. സോ പ്രൈമറി സ്ട്രക്ചറിന് നമ്മൾ പെപ്റ്റൈഡ് ബോണ്ടാണ് അതിനകത്ത് പറയുന്നത്. സെക്കൻഡറി സ്ട്രക്ചറിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നതാണ് ഹൈഡ്രജൻ ബോണ്ടിന്റെ കാര്യം. ഓക്കെ, ടെർഷ്യറി സ്ട്രക്ചർ വരെ ഉള്ളൂ. ക്വാട്ടർണറി സ്ട്രക്ചറിനെ കുറിച്ച് ഇപ്പോഴും സ്റ്റഡി നടക്കുന്നേ ഉള്ളൂ. കൺഫേം ആയിട്ട് എന്താ ഇത് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴും സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. സോ പ്രൈമറി സ്ട്രക്ചറിനകത്ത് പെപ്റ്റൈഡ് ബോണ്ടിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സെക്കൻഡറി സ്ട്രക്ചറിനകത്ത് ഹൈഡ്രജൻ ബോണ്ട്. ടെർഷ്യറി സ്ട്രക്ചറിനകത്ത് ഇതെല്ലാം പറയുന്നുണ്ട്. ഹൈഡ്രജൻ ബോണ്ട് പറയുന്നുണ്ട്, ഡൈസൾഫൈഡ് ബ്രിഡ്ജ് പറയുന്നുണ്ട്, വാണ്ടർവാൾ സോഴ്സ് പറയുന്നുണ്ട്, പെപ്റ്റൈഡ് ബോണ്ട് പറയുന്നുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, പ്രൈമറി സ്ട്രക്ചറിനകത്ത് പെപ്റ്റൈഡ് ബോണ്ട് മാത്രമേ പറയുന്നുള്ളൂ. സെക്കൻഡറി സ്ട്രക്ചറിനകത്ത് ഹൈഡ്രജൻ ബോണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ടെർഷ്യറിക്കകത്ത് ഇതെല്ലാം പറയുന്നത്. ക്വാട്ടർണറി ഇപ്പോഴും കോംപ്ലക്സ് ആയിട്ട് ഇതെല്ലാം ഉണ്ട്. അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇപ്പോഴും സ്റ്റഡീസ് നടക്കുന്നേ ഉള്ളൂ. സോ നമ്മൾ മുമ്പേ പറഞ്ഞു ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ളതും വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ടെന്ന്. സോ വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്ന് പറയുന്നത് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണോ അല്ലയോ? ആകെ ഈ 4 വൈറ്റമിൻസ് ആണ് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള. ബാക്കി എല്ലാ വൈറ്റമിൻസും വാട്ടർ സോല്യൂബിൾ. നമ്മൾ മുമ്പേ പറഞ്ഞു വൈറ്റമിൻ സി വാട്ടർ സോല്യൂബിൾ ആയതുകൊണ്ടാണ് നമ്മുടെ യൂറിൻ വഴി നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് പറയുന്നത്. സോ എ, ഡി, ഇ, കെ എന്ന് പറയുന്നത് ഫാറ്റ് സോല്യൂബിളും ബാക്കിയുള്ള വൈറ്റമിൻസ് ആയ ബി, സി എല്ലാം എന്താ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. ഓക്കെ, ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് എന്തൊക്കെ ഇതിനകത്ത് ഏതൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്? ഓർക്ക, ചാടിക്കയറി അന്നൊരു ആൻസർ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോടൈഡ് ഉണ്ട്, ന്യൂക്ലിയോസൈഡ് ഉണ്ട്. ഓക്കെ, നമ്മുടെ DNA മോളിക്കൂൾ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. അതായത് ടൈഡ്, ടി, ആ ഒരു ദോർക്ക. ഓക്കെ, ടി എന്ന് വെച്ചാൽ 3 ടൈഡ്. ഇപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 എണ്ണം ഉള്ളത്, നൈട്രജൻ ബേസ്, പെന്റോ ഷുഗറും ഫോസ്ഫേറ്റും ഉള്ളതിനാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. നൈട്രജൻ ബേസും പെന്റോ ഷുഗറും മാത്രം ഉള്ളതെങ്കിൽ അതിനെ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ഓക്കെ, ആൻസർ ബി ആണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് 3, ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം. ഓക്കെ, ഇപ്പം നമ്മൾ മുട്ടയുടെ കാര്യം പറഞ്ഞു. മുട്ട നമ്മൾ
വെള്ളത്തിൽ വെച്ച് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് മുട്ട പൊടുക്കുന്ന കാര്യം പറഞ്ഞു. സോ അതിന്റെ ലിക്വിഡ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്താ, ഡീനാച്ചുറൽ സംഭവിച്ച് അതിന്റെ സ്ട്രക്ചറിന് കുറച്ച് ചേഞ്ചസ് വരും എന്ന് പറഞ്ഞു. സോ അങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ പ്രൈമറി സ്ട്രക്ചറിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് ഒരു ഹീറ്റോ പി എച്ചിന്റെ വേരിയേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രോട്ടീന് അതിന്റെ പ്രൈമറി സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുമോ ഇല്ലയോ. മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് ആദ്യം ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂട് കൊടുത്തു കഴിയുമ്പോൾ അല്ലെ പുഴുങ്ങുമ്പോൾ അത് ജസ്റ്റ് വൈറ്റ് ആവും നമ്മൾ പറഞ്ഞു, സോളിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ പാമ്പിന്റെ വിഷത്തിന്റെ കാര്യം നമ്മൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എക്സാമ്പിൾ ആയിട്ട്. സോ പ്രൈമറി സ്ട്രക്ചറിന് മാറ്റം വരുമോ ഇല്ലയോ. റിമെയിൻസ് ഇൻടാക്ട് എന്ന് വെച്ചാൽ മാറ്റം വരില്ല എന്നാണ്. അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ? സെക്കൻഡറിയും ടേഴ്സറി സ്ട്രക്ചറും ഇത് ചെയ്യാം, എന്താ പൊട്ടിപ്പോകാം, പക്ഷേ പ്രൈമറി സ്ട്രക്ചറിന്റെ മാറ്റമൊന്നും വരില്ല. സോ ആൻസർ ട്രൂ ആണ്. പ്രോട്ടീന്റെ പ്രൈമറി സ്ട്രക്ചറിന് ഹീറ്റിനോ പി എച്ചിനോ അങ്ങനെ ഫിസിക്കലായിട്ടുള്ള എന്ത് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല. സെക്കൻഡറി ടേഴ്സറി സ്ട്രക്ചർ ആ സ്ഥാനത്ത് ബ്രേക്ക് ആവും. ഓക്കെ, ഓർത്തിരിക്കെ. നമ്മൾ മുമ്പേ പറഞ്ഞിരിക്കുന്ന സെയിം സാധനം, ഒരു ഐസോഇലക്ട്രോണിക് സ്പീഷീസിന്റെ കേസ് പറഞ്ഞു. സോ ഈ എലമെന്റ്സില് കറക്റ്റ് ഓർഡർ ആയിട്ട്, അതായത് ചെറിയതിൽ നിന്ന് വലുതിലേക്ക് ഏതാണ് ഇൻക്രീസിങ് അയോണിക് ഗ്രേഡി എന്ന് പറയുന്നത്, സൈസ്, ആ റേഡിയസിന്റെ സൈസ്, അയോണിക് റേഡിയസിന്റെ സൈസ് കൂടുന്നു, ചെറുതിൽ നിന്ന് വലുതോട്ട് പോകുന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നതിനകത്ത് ഏതാണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിലാണ് കേട്ടോ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഓർമ്മയാണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് എന്താ, ഇലക്ട്രോൺസ് എല്ലാ എലമെന്റിലും സെയിം ആയിരിക്കും. അപ്പോ എന്ത് നോക്കണം എന്ന് പറഞ്ഞേ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആയിരിക്കും. അന്നേരം എന്ത് ശ്രദ്ധിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്? ഓക്കെ, ന്യൂക്ലിയർ ചാർജ് പറഞ്ഞത് ശരിയാ, പക്ഷെ അതിനെക്കാട്ടി സിമ്പിൾ അന്നേരം നമുക്ക് ഓർക്കാനുള്ളത് എന്താ, അറ്റോമിക് നമ്പറാ. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്താ, ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ ഇതിനകത്ത് അറ്റോമിക് നമ്പർ ഏതാണോ കൂടുതൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ, അല്ലെ ഏറ്റവും സൈസ് കൂടുതൽ. അയോണിക് റേഡിയസ് ഏറ്റവും വലുതെന്ന് പറയുന്നതിനകത്ത് അറ്റോമിക് നമ്പർ കൂടിയതായിരിക്കും. ഈ 4 എലമെന്റിൽ ഏതിനാ അറ്റോമിക് നമ്പർ കൂടുതൽ? സയൻസ് പഠിച്ചവരല്ലേ, അപ്പം അറിയാതിരിക്കുമല്ലോ. അല്ലെ കൊമേഴ്സ് പഠിച്ചാൽ ചോദിച്ചാൽ കാര്യമില്ല. ഈ 4 എലമെന്റിൽ അറ്റോമിക് നമ്പർ ഏത് എലമെന്റാണ് കൂടുതൽ? എപ്പോഴേതാടേ? സോ അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര? സോ അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13, മാഗ്നീഷ്യത്തിൻ്റെത് 12, സോഡിയത്തിൻ്റെത് 11, ഫ്ലൂറിൻ്റെത് 9. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏറ്റവും സൈസ് കൂടുതൽ ഏതായിരിക്കും? അലൂമിനിയത്തിനായിരിക്കും ഏറ്റവും സൈസ് കുറവ് ഏതായിരിക്കും? ഫ്ലൂറിനായിരിക്കും. അപ്പൊ ഫ്ലൂറിൻ, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, ഇതാണ് അതിന്റെ ഓർഡർ. അതായത് ബി ആണ് ഇതിന്റെ ആൻസർ. എടാ, നിങ്ങൾ സൈറ്റ് ഒന്നും അല്ല ഗൂഗിൾ നോക്കിയിട്ട് ആൻസർ പറയുകയല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കണേ. പറയുക, കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. കൊണ്ട് പറഞ്ഞു, ആനയോന്റെ സൈസ് പേരന്റ് ആറ്റത്തിനേക്കാൾ കൂടുതലായിരിക്കുമോ അല്ലയോ? അതിന്റെ ആൻസർ ബി.
ആനോണിന്റെ സൈസ് പേരന്റ് ആറ്റത്തിനെക്കാൾ കൂടുതലായിരിക്കും വലിയ. നമ്മൾ പറഞ്ഞു കാറ്റോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്, അതായത് ഇലക്ട്രോണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഇലക്ട്രോണെ കൊടുക്കുന്നതാണ് കാറ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുതലായിരിക്കും, ന്യൂക്ലിയസ് അടുത്തേക്ക് അതിന്റെ വാലൻസ് ഇലക്ട്രോണെ അല്ല വാലൻസ് ഷെല്ലിനെ പുള്ള് ചെയ്യും. അപ്പൊ എന്താ സൈസ് കുറയും. അതേ സമയത്ത് ആനിയോൺ എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയസിന്റെ ഒരു ഇലക്ട്രോണെ മേടിക്കുന്ന ആളാണ്. ഒരു ഇലക്ട്രോണോട് വന്നു കഴിയുമ്പോൾ അവിടെ എന്താ ഇലക്ട്രോൺ റിപ്പൾഷൻ നടന്നിട്ട് കുറച്ചുകൂടെ അകലത്തിലേക്ക് പോകും. അപ്പൊ എന്താ അവിടെ സൈസ് കൂടും. സോ ആനിയോണ് പേരന്റ് ആറ്റത്തെങ്ങാണ്ട് എപ്പോഴും സൈസ് കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ട്രൂ ആണ്. ഇത് മുമ്പേ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പൊ ഞാൻ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എസെൻഷ്യൽ ആയിട്ടുള്ളത് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. അപ്പം ഇതിന്റെ ഏത് വന്നാലും നിങ്ങൾക്ക് അപ്പൊ ആൻസർ എഴുതാൻ പറ്റും. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ഒരു 5-6 ഓർത്തേക്ക്. ജനറൽ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള കുറച്ചെണ്ണം ഈ തന്നേക്കുന്ന എക്സാമ്പിൾ ഒക്കെ എടുത്തുള്ളൂ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അലാനിൻ ആണ്. അലാനിൻ ഒരു നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡാണ്. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തത്, നോൺ എസെൻഷ്യൽ, അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, പുറത്തൊന്നും ആവശ്യമില്ലാത്തത്. അലാനിൻ അങ്ങനെ ഒരു അമിനോ ആസിഡാണ്. അപ്പം ഇതിനകത്ത് ഏത് ഡൈസാക്കറൈഡ് ആണ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ട് പറയുന്നത്? നോട്ടിനകത്ത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ ഈ കാര്യം. നോട്ട് നോൺ എസെൻഷ്യൽ, നോട്ട് എസെൻഷ്യൽ എന്നല്ലേ? നോട്ട് ആൻ എസെൻഷ്യൽ, നോട്ട് ആൻ എസെൻഷ്യൽ. അലാനിൻ ആണെന്നാ ഞാൻ പറഞ്ഞു. നോട്ട് ആൻ എസെൻഷ്യൽ അതായത് ആവശ്യമല്ലാത്തത്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമുള്ളത്. നോട്ട് ആൻ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമില്ലാത്തത്. അതായത് നമുക്ക് പുറത്തുനിന്ന് ആവശ്യമില്ലാത്തത്. അതായത് അലാനിൻ നമ്മുടെ ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആ പുറത്തുനിന്ന് ആവശ്യമില്ലാത്ത ഏതാ? അലാനിൻ. അപ്പൊ അലാനിനാണ് എന്റെ ആൻസർ. പറഞ്ഞു. സോ ഓർക്കാം, നമ്മളിപ്പോ മോണോസാക്കറൈഡ് ഞാൻ എടുത്തു പറ റെഡ്യൂസിങ് ഷുഗർ, നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ സമയത്ത് ഗ്ലൂക്കോസിനെയും അതേപോലെ ഫ്രക്ടോസിനെയും വെച്ചിട്ടാണ് കൂടുതൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഇത് ഡൈസാക്കറൈഡാണ് ചോദിച്ചേക്കുന്നത്, അതായത് രണ്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഉള്ള ഡൈസാക്കറൈഡില് സൂക്രോസ് ആണ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ടുള്ളത്. റെഡ്യൂസിങ് ഷുഗർ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞാല് ടോളറൻസ് റിയേജന്റ് എന്ന് പറഞ്ഞൊരു റിയേജന്റ് ഉണ്ട്. ഗ്ലൂക്കോസിന്റെ അല്ലെ ഫ്രക്ടോസിന്റെ ഒക്കെ എന്താ ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ് ടോളറൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ ഒരു കാര്യം ഓർത്തിരിക്കുക, കഴിഞ്ഞ വട്ടം നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ ആണ്, ഗ്ലൂക്കോസ് ടോളറൻസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏത് കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടാവുന്നതെന്നുള്ളത്. അപ്പം സിൽവർ പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ എക്സാമിന് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഗ്ലൂക്കോസ് ടോളറൻസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഏത് കളറുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടാകുന്നത്? സിൽവർ കളറാണ്. ഓർത്തിരുന്നാണ്. സോ ടോളറൻസ് റിയേജന്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നോൺ റെഡ്യൂസിങ് ഷുഗർ, അതായത് ടോളറൻസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യാത്തത്, അതിലെ ടോളറൻസ് റിയേജന്റിനെ റെഡ്യൂസ് ചെയ്യാത്ത ഷുഗർ എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. കാരണം സൂക്രോസ് എന്ന് പറയുന്നത് ഗ്രൂക്കോസും ഫ്രക്ടോസും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്, അതായത് തമ്മിലുള്ള ഈ സൂക്രോസിന്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പും ഫ്രക്ടോസിന്റെ കീറ്റോൺ ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താ അവിടാണ് ഈ ഗ്ലൈക്കോസിൽ ലിങ്കേജ് വരുന്നത്. സോ അവിടെ എന്താ റിയാക്ഷൻ നടക്കത്തില്ല, അത് തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇവിടെ സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ട് വരുന്നത്. റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ ടോളറൻസ് റിയേജന്റ് അല്ലെ ഫെലിംഗ് സൊല്യൂഷൻ, ഈ രണ്ട് ടെസ്റ്റ് സൊല്യൂഷൻസ് വെച്ചിട്ടാ നമ്മൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് അങ്ങനെയുള്ള ഷുഗർഡ് മോളിക്യൂൾസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ബ്ലഡിലുണ്ടോ അല്ലെ സർട്ടൻ കോമ്പൗണ്ടിലുണ്ടോ എന്നുള്ള അനാലിസിസ് ചെയ്യുന്ന രണ്ട് റിയേജൻസ് ആണ്, ടെസ്റ്റിംഗ് റിയേജൻസ് ആണ് ടോളറൻസ് റിയേജന്റ് എന്നും ഫെലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫെലിംഗ് സൊല്യൂഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഫെലിംഗ് സൊല്യൂഷൻ എയും ഫെലിംഗ് സൊല്യൂഷൻ ബിയും. അത് രണ്ടും ഒരുമിച്ച് കമ്പൈൻ ചെയ്താലേ അത് വർക്ക് ആവത്തുള്ളൂ. അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല.
സോ ടോളറൻസ് റിയേജന്റുമായിട്ട് റെഡ്യൂസ് ചെയ്ത്, അതായത് ആ റിയേജന്റിന് റിഡക്ഷൻ സംഭവിച്ച്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ട് ഇലക്ട്രോണെ മേടിക്കുക, ടോളറൻസ് റിയേജ് അങ്ങോട്ട് ഇലക്ട്രോണെ മേടിക്കുക. ഓക്കെ, അല്ലെ ഗ്ലൂക്കോസ് ഇലക്ട്രോണെ കൊടുക്കുക, അല്ലെ ഫ്രക്ടോസ് ഇലക്ട്രോണെ കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് കളേർഡ് കോംപ്ലക്സ് അല്ലെ കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ടോളറൻസ് റിയേജന്റിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് റെഡ്യൂസിങ് ഷുഗർ എന്നും, ടോളറൻസ് റിയേജന്റിനെ റെഡ്യൂസ് ചെയ്യാത്തത് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നും പറയും. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ആൾഡോ ഹെക്സോസ് എന്നാണ് നമ്മൾ ഗ്ലൂക്കോസിനെ പറഞ്ഞത്, ക്ലാസിഫൈ ചെയ്തത് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഫ്രക്ടോസിനെ നമ്മൾ കീറ്റോ ഹെക്സോസ് എന്നാണ് നമ്മൾ അതിന്റെ കെമിക്കലി ഉള്ള നെയിം എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ ആൾഡോ ഹെക്സോസ് എന്നും ഫ്രക്ടോസിനെ കീറ്റോ ഹെക്സോസ് എന്നും. അതായത് ഗ്ലൂക്കോസിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, CHO ഗ്രൂപ്പ് ഉണ്ട്. ഓർമ്മയാണ് ആ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ സമയത്ത് അതിന്റെ ടോപ്പിൽ ഒരു CHO ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞത്. ആ സമയത്ത് രണ്ടാമത്തെ കാർബണിൽ ഒരു C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പാണ് ഫ്രക്ടോസിലുള്ളത്. സോ ഗ്ലൂക്കോസിൽ എന്താ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പും ഫ്രക്ടോസിൽ ഒരു കീറ്റോ ഗ്രൂപ്പും ഉണ്ട്. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോൺ ഗ്രൂപ്പാണ് ടോളറൻസ് റിയേജന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സൂക്രോസിന്റെ കേസ് വരുമ്പോൾ ഈ രണ്ട് CHO അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പും ഫ്രക്ടോസിന്റെ കീറ്റോ ഗ്രൂപ്പും തമ്മിൽ ഇന്ററാക്ഷൻ സംഭവിച്ചു. അവിടെയാണ് ആ ഓക്സിജൻ ബോണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത്. സോ അതിന് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സൂക്രോസ് ഈ ടോളറൻസ് റിയേജന്റിനെ റെഡ്യൂസ് ചെയ്യാത്ത. സോ അങ്ങനെ റെഡ്യൂസ് ചെയ്യാത്ത ഷുഗറിനെ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നും, റെഡ്യൂസ് ചെയ്യുന്ന ഷുഗറിനെ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയും. അപ്പം റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതേപോലെ നമ്മൾ അതിന് മുമ്പേ പറഞ്ഞ ലാക്ടോസ്, മാൾട്ടോസ്, സെല്ലുലോസ്, ഇതൊക്കെ റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിളാണ്. സൂക്രോസ് എന്ന് പറയുന്നത് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗറിന്റെ എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? ടോളറൻസ് റിയേജന്റിനെ റെഡ്യൂസ് ചെയ്യുന്നത് റെഡ്യൂസിങ് ഷുഗർ, ടോളറൻസ് റിയേജന്റിനെ റെഡ്യൂസ് ചെയ്യാത്തത് നോൺ റെഡ്യൂസിങ് ഷുഗർ. അത്രേ ഉള്ളൂ. അപ്പൊ ഏതിന്റെ ആൻസർ നോക്കിയേ, Mg2+ Na+ കാട്ടി സ്മോളർ ആണ്. എന്തുകൊണ്ട്? ആൻസർ വെയിറ്റ് ചെയ്യണ്ടെന്ന് എനിക്ക് കരിക്കൊക്കെ ഉണ്ടേ, പറഞ്ഞ സമയത്ത് ഞാൻ ലേറ്റ് ആയെന്ന് തോന്നുന്നു. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞു ഇത് രണ്ടും എന്താ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. രണ്ടിനും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ ഇലക്ട്രോൺസ് ഉള്ളപ്പം ഒന്നില് എന്താ അറ്റോമിക് നമ്പർ കൂടുന്നത് നോക്കുക. ഇവിടെ മഗ്നീഷ്യത്തിനാണ് അറ്റോമിക് നമ്പർ കൂടുതൽ, അതുകൊണ്ട് ഇതിന് ഫോർത്ത് ഓപ്ഷനെ തെറ്റാണ്. കാരണം മഗ്നീഷ്യത്തിനാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് കൂടുതൽ, സോഡിയത്തിനല്ല. സോ നമുക്ക് ആ ലാസ്റ്റ് ഓപ്ഷനെ നമുക്ക് ഇവിടെ കളയാം. ബാക്കി 3 ഓപ്ഷൻ നോക്കിയാൽ മതി. അതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പർ അല്ലെ ന്യൂക്ലിയസിന്റെ ചാർജ് വെച്ചിട്ടാണ് പിന്നെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ സൈസ് പറയുന്നത് പറഞ്ഞു. സോ ഇവിടെ എന്ന് പറയുന്നത് എന്തുണ്ടാ ഹയർ ആയിട്ടൊരു ന്യൂക്ലിയർ ചാർജ് മനുഷ്യന് കൂടുതലാണ്. പുള്ളിങ് കൂടുതലാണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ പുള്ളിങ് കൂടുതലായിരിക്കും. ന്യൂക്ലിയസ് അടുത്തോട്ട് കുറച്ചുകൂടെ പുള്ളി ചെയ്യും. ഇത് നമ്മൾ ജസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു പോയുള്ളേ. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്യും. ഇതിന്റെ ആൻസർ ഞാൻ പറയാം. ഗസ് എന്റെ ആൻസർ പറയുകയും ചെയ്തു. അതായത് നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ് തമ്മിൽ പ്രോട്ടീനെ ലിങ്ക് ചെയ്യുന്നത് ഒരു COHും ഒരു NH2 ഗ്രൂപ്പ് ആണുള്ളതെന്ന് പറഞ്ഞു. ആ നോട്ടിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതെങ്ങനെ ലിങ്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. COO അവിടുത്തെ ഒരു Hഉം അല്ല COOHനകത്തെ ഒരു OHും NH2ൽ ഒരു H കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂള് പോയിട്ടാണ് ഇത് തമ്മിൽ ഇങ്ങനെ കണക്ട് ആയി പോകുന്നത് നമ്മൾ ക്ലാസ് വെച്ച് പറഞ്ഞിരുന്നു. അമിനോ ആസിഡിലെ ഒരു COHും NH2ലെ ഒരു H കൂടെ. സോ COHനെ കൊടുക്കുന്ന ആള് നെഗറ്റീവ് ചാർജ് അല്ല പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറും. H ഗ്രൂപ്പിനെ കൊടുക്കുന്ന ആള് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറും. സോ അമിനോ ആസിഡിന് ഒരെൻഡിൽ COHും ഒരെൻഡിൽ
NH2 ആ ഉള്ളത്. സോ OH കൊടുക്കുന്നുണ്ട്, ആ എൻഡ് പോസിറ്റീവ് ചാർജ് ആയിട്ട് H കൊടുക്കുന്ന എൻഡ് നെഗറ്റീവ് ചാർജ് ആയിട്ട് നിൽക്കും. അപ്പൊ ഒരേ കോമ്പൗണ്ടിൽ, അതായത് ഒറ്റ സെയിം കോമ്പൗണ്ടിൽ തന്നെ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഉള്ള കോമ്പൗണ്ടിനെയാണ് സിറ്റർ അയോൺ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഒരു എൻഡ് COH മറ്റേ എൻഡ് NH2 ആണെന്ന് പറഞ്ഞു. സോ ഇവിടുന്ന് OH കൊടുക്കാം, മറ്റേ അറ്റത്ത് H കൊടുക്കാം. സോ അടുത്ത് പോസിറ്റീവ് ചാർജ് ആകാം, മറ്റേ അറ്റത്ത് നെഗറ്റീവ് ചാർജ് ആകും. അതുകൊണ്ട് സെയിം എലമെന്റിൽ തന്നെ എന്താ ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജും വരും. അങ്ങനെയുള്ള എലമെന്റ് ആണ് സിറ്റർ അയോൺ എന്ന് പറയുന്നത്. സോ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അക്വ സൊല്യൂഷൻ ഓർത്തോണം, അവിടെ H2O റിലീസ് ആവുന്നുണ്ട്, ഹൈഡ്രോളിസിസ് ആണ് സംഭവിക്കുന്നത്. സോ അക്വ സൊല്യൂഷനിൽ എന്താ സിറ്റർ അയോൺ ആയിട്ട് ആക്ട് ചെയ്യും. ഇത് കുറച്ച് ടഫായിട്ടുള്ള ആൻസർ ആണ്, കാരണം നിങ്ങൾ ആ ലിങ്കേജ് ഏതൊക്കെ തമ്മിലാവുമെന്ന് ഓർക്കാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പക്ഷെ അത് ഏതൊക്കെ തമ്മിലുള്ള ലിങ്കേജ് ആണെന്ന് ഓർക്കാൻ എനിക്കറിയില്ല. ഇപ്പൊ ഫസ്റ്റ് ആദ്യം ഓർക്കുക, ഗ്ലൂക്കോസും ഏതുമായിട്ടുള്ള ലിങ്ക് ആണ് ലാക്ടോസ് വരുന്നതെന്നുള്ളത്. നമ്മൾ മുമ്പേ അതിന്റെ ആൻസർ പറഞ്ഞു. സൂക്രോസിൽ ഏതാ വരുന്നത്, ലാക്ടോസിൽ ഏതാ, മിൽക്ക് ഷുഗറിനകത്ത് ഏതാണ് ലിങ്കേജ് വരുന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നതാണ്. അപ്പം ഓർക്കുക, സൂക്രോസിൽ ഫ്രക്ടോസും ഗ്ലൂക്കോസും ആണ്, മാൾട്ടോസിൽ 2 ഗ്ലൂക്കോസ് മോളിക്കൂൾ ആണെന്ന് പറഞ്ഞു. അപ്പം ലാക്ടോസിൽ ഏതായിരിക്കും, ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും ആണ് ലിങ്കേജ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താ ഈ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഗാലക്ടോസും ഗ്ലൂക്കോസും ആണ് നമുക്ക് എന്തായാലും അറിയാം അല്ലേ. ഇതിന്റെ ആൻസർ ഇതാണ്. ഡൗട്ട് ഉണ്ട് അല്ലെ ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് നോട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ മതി, കിട്ടും നിങ്ങൾക്ക്, പാടൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ആൻസർ. ഗാലക്ടോസിന്റെ C1ഉം ഗ്ലൂക്കോസിന്റെ C4ഉം ആയിട്ടാണ് ലിങ്കേജ് വരുന്നത്. അതേപോലെ ഓരോന്നിന്റെ കാര്യവും പറയുന്നുണ്ട്, നമ്മൾ നോട്ടിനകത്ത് കിടപ്പുണ്ട്. നോട്ടെന്ന് വെച്ചാൽ ആ PPT ഇല്ലേ, പ്രസന്റേഷൻ ഇല്ലേ, അതിനകത്ത് ഓരോന്നിന്റെയും പറയുന്നുണ്ട്. ലാക്ടോസിൽ ഏതൊക്കെ തമ്മില, സൂക്രോസിൽ ഏതൊക്കെ തമ്മില, മാൾട്ടോസിൽ ഏതൊക്കെ തമ്മില എന്നുള്ളത് ഓരോന്നിന്റെയും പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോകും. സിമ്പിൾ ആണ്, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസാ. മുമ്പേ ടോപ്പ് ടു ബോട്ടം വരുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ആൻസർ എന്താ, ട്രൂ ആണോ ഫാൾസ് ആണോ? ഒരു പീരിയഡില് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും എന്താ, ലെഫ്റ്റിൽ എന്ന് പറയുന്നത് മെറ്റൽസാ, ആൽക്കലി മെറ്റൽസും ആൽക്കലി എർത്ത് മെറ്റൽസാ. അങ്ങനെ അറ്റത്തോട്ട് പോകുന്നതോടെ അവിടെ സൾഫർ, ഓക്സിജൻ, നൈട്രജൻ അങ്ങനത്തെ ഗ്യാസസ് ആണ്. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോടെ എന്താ, മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടെ എന്താ കൂടുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ആൻസർ ഫോൾസ് ആണ്. നമ്മൾ ജസ്റ്റ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഡിസീസും അതേപോലെ തന്നെ വൈറ്റമിൻസിന് ഏതൊക്കെ സോഴ്സ്, ഓരോ വൈറ്റമിൻസിന്റെ സോഴ്സും പറഞ്ഞിരുന്നു. സോ സ്കർവി എന്ന് പറഞ്ഞ ഡിസീസ് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ്. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലുകളുടെ ബലക്ഷയം ഒക്കെ ഉണ്ടാവുന്ന അസുഖമാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണ് റിക്കറ്റ്സ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഡിസീസ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്, അതായത് നിശാന്തത, രാത്രി കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ. അതേപോലെ തന്നെ കൺ റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിസീസും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം. സെറോഫ്താൽമിയ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ട്, അതായത് നമ്മുടെ കണ്ണിന്റെ കോർണിയയ്ക്ക് കട്ടി കൂടുന്ന ഒരു അസുഖമാണ്. അതും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു അസുഖം. വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു അസുഖം ഞാൻ പെട്ടെന്ന് ഓർക്കണില്ല, എനിക്ക് തോന്നുന്നു ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്നതെന്ന് തോന്നുന്നു. സോ പേര് അതിനകത്ത് ഹീമോഗ്ലോബിൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ, വൈറ്റമിൻ സി ആണ്. ഓക്കെ, സ്കർവി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാകുന്ന ഡിസീസ് ആണ്. എഫ് ബ്ലോക്ക് എലമെന്റിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിനകത്ത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, ഓരോ എലമെന്റിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോ ബ്ലോക്കിന്റെ എസിന്റേതും പിയുടേതും ഡിയുടെ എഫിന്റേതും ഓർത്തിരിക്കുക. അതിനകത്ത് ഏറ്റവും പാടുള്ളത് എഫ് ആണ്. എസും പിയും നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഡി കുറച്ച് പാടാ, എസും പി എന്തായാലും നിങ്ങൾ എഴുതും. ഡിയും ജസ്റ്റ് നോക്കുക, എഫ് നോക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ
ഡി ആണ്. അതായത് ഇത് ഓർത്താൽ മതി, ഡി കംപ്ലീറ്റ് ആവാൻ നിൽക്കില്ല. എഫ് ബ്ലോക്കിലോട്ട് എലമെന്റ്സ് വരണമെങ്കിൽ ഡി ബ്ലോക്ക് നമ്മൾ അതിന്റെ ഓർഡർ പറഞ്ഞായിരുന്നു. എന്താ, എസ്സിൽ ആദ്യം ഒക്കുപ്പൈ ചെയ്യുന്നു, പിയിൽ ആദ്യം ഒക്കുപ്പൈ ചെയ്യുന്നു. അതായത് നിങ്ങൾ ജസ്റ്റ് പീരിയോഡിക് ടേബിൾ നോക്കിയാലും എന്താ, എസ് ഫസ്റ്റ് എസ് വന്നിട്ട്, അതായത് ലാറ്റിനേഴ്സിന്റെയും ആറ്റിനേഴ്സിന്റെയും കേസിൽ ഫസ്റ്റ് എന്താ, എസ് ബ്ലോക്ക് എലമെന്റ്സ് ആദ്യം വന്നു. അത് കഴിഞ്ഞിട്ടുള്ള എലമെന്റ് തൊട്ടാണ് താഴോട്ട് നമ്മൾ ആഡ് ആക്കിയേക്കുന്നത്. സോ അവിടെ വരുന്ന എന്താ, എഫ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. മുമ്പ് ഏതാ, മറ്റേ 117ാമത്തെ എലമെന്റിന്റെ കേസ് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 103 വരെ ഉള്ളത് കുഴപ്പമില്ല, അത് കഴിഞ്ഞ് മുമ്പുള്ളത് എഫ് ബ്ലോക്ക് വരും എന്ന് പറഞ്ഞല്ലോ. സോ 103 അല്ല 104, അതിന് മുമ്പുള്ളത് കുറച്ച് എഫ് ബ്ലോക്ക് വരും എന്ന് പറഞ്ഞു. 103നും 100 എത്രത്തിന്റെ ഇടയ്ക്ക് കിടക്കുന്ന കുറച്ച് എലമെന്റ്സ്, 103 മുമ്പുള്ള എലമെന്റ്സ് ആണ്. 103 മുമ്പുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ആക്ടിനേഴ്സിനകത്ത് വരുന്നത്. സോ ഓർക്കാം, എസ് കഴിഞ്ഞിട്ട് അടുത്ത എലമെന്റ് എന്താ, അവിടെ വരേണ്ട എലമെന്റ് ആണ് എഫ് ബ്ലോക്കിലാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശേഷം ഡിയിൽ ഒക്കുപ്പൈ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിയിൽ ഒക്കുപ്പൈ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാല് അത് മെയിനായിട്ട് ഓർത്തിരുന്നാൽ മതി. എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ഡി ഫുൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇവിടെ എന്ന് വെച്ചാൽ ഡി 0 തൊട്ട് 10 വരെ ആവുന്ന പറഞ്ഞേക്കുന്നത്. 0 തൊട്ട് 10 വരെ ആവാൻ എഫ് ബ്ലോക്കിൽ നിൽക്കില്ല. ഡി ബ്ലോക്ക് ഫുൾ ആവാൻ നിൽക്കില്ല. സോ ബി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, എന്തുകൊണ്ടാണ് നൈട്രജന്റെ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി ഓക്സിജനെ കാട്ടി കൂടുതൽ? അയനൈസേഷൻ എന്താൽപ്പി എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞു. അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഔട്ടർ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനുള്ള എബിലിറ്റി ആണ്, അല്ലെ വേണ്ട എനർജിയാണ്. എബിലിറ്റി അല്ല, വേണ്ട എനർജിയാണ്. സോ എന്തുകൊണ്ടാണ് നൈട്രജൻ ആ എനർജി കൂടുതൽ വേണ്ടത്? ഈവൻ ഓക്സിജൻ ഹയർ ന്യൂക്ലിയസ് ആയിട്ട് കൂടി. അതെ, നൈട്രജന്റെ എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. ഹാഫ് ഫിൽഡും ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ള കോൺഫിഗറേഷൻ ആണ്. സോ അതുകൊണ്ട് അത്രയും സ്റ്റേബിൾ ആയതുകൊണ്ടാണ് നൈട്രജന്റെ ഒരു ഇലക്ട്രോണെ നമുക്ക് അതിന്റെ ഔട്ടർ വാൽസ് ഇലക്ട്രോൺ ഷെല്ലിൽ നിന്ന് റിമൂവ് ആക്കാൻ പാടും. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. IUPAC നോമൻക്ലേച്ചർ വെച്ചിട്ട് ഓരോ എലമെന്റിന്റെ പേര് കൊടുക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അണ്ണ്, ടൈ, ട്രൈ, ക്വാഡ്, പെന്റ്, ഹെക്സ്, സെപ്റ്റ്, ഒക്ട്, അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ഏതാണ് അപ്പം 101ന്റെ പേര് വരിക? അഞ്ച് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളേ, കഴിഞ്ഞു. സി ആണ് എന്റെ ആൻസർ. 101 എന്ന് പറയുമ്പോൾ ഒന്നിന് നമ്മൾ അണ്ണെന്നാണ് പറയുന്നത്, 0ന് നില്ല്, പിന്നെ 1, പിന്നെ അണ്ണ്. അപ്പൊ അണ്ണ്, നില്ല്, അണ്ണ്. അപ്പൊ അണ്ണ്, നില്ല്, അണ്ണിയൻ. അതാണ് അണ്ണിലുണ്ണിയൻ. കണ്ണിലുണ്ണിയല്ലേ, കണ്ണിലുണ്ണി എന്നൊക്കെ വിളിക്കുന്നത് നമ്മളിങ്ങനെ ഓരോ പേരൊക്കെ വിളിക്കും. ഉണ്ണിലുണ്ണി എന്ന് പറയും, അല്ലെ അണ്ണിലണ്ണി എന്ന് പറയും. അണ്ണിലണ്ണി എന്നാണ് കേട്ടോ പേര്, നമ്മൾ ഉണ്ണി എന്നൊക്കെ പറയും. സോ 9 പറയാവേ. ഹെപ്റ്റാണ്, ഹെപ്റ്റ് എന്നാടാ, എന്നാണോന്ന് ഡൗട്ട്. ഞാൻ പറയാം. ഇപ്പൊ പറയാവേ, നോക്കി പറയാം. ഒരു സെപ്റ്റും ഹെപ്റ്റ് നല്ലൊരു കൺഫ്യൂഷൻ. അതാ നൊണ്ണെന്നൊക്കെ വരും. നൊണ്ണ് 10 ഡെക്ക, നൊണ്ണെന്നുള്ള കോൺസെപ്റ്റ് എന്നല്ലെന്ന് തോന്നുന്നു, നൊണ്ണെന്ന് തോന്നുന്നു. ജസ്റ്റ് ആ നോട്ടിനകത്ത് ഞാൻ പറയുന്നത് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ. ഞാനിപ്പോ കറക്റ്റ് ഓർക്കുന്നില്ല. 8 വരെയുള്ളത്, 8ഉം 10ഉം ഓർക്കുന്നില്ല, 9 ഓർക്കുന്നതിന് മാത്രമാണ്. അണ്ണ്
നില്ല്, അണ്ണ്, ഡൈ, ട്രൈ, ക്വാഡ്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൊന്നുള്ളൊരു പേര് ഓർത്തിരുന്നു. കാരണം എന്താ നമ്മുടെ റിങ്സ് വരത്തില്ല, റിങ് സൈസ്. അപ്പൊ 6 മെമ്പർ റിങ്ങിന് ഹെക്സൈൻ എന്നൊക്കെ നമ്മൾ പറയും. പെന്റൈൻ, ഹെക്സൈൻ എന്നുള്ള പേര് വരുന്ന പോലെ 9 ഇതുള്ള മെമ്പറുള്ള റിങ്ങിനെ നണ്ണൈൻ എന്നാ പറയുന്നത്. NONAN. അത് വെച്ചിട്ടാണ് നണ്ണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാന്ന് തോന്നുന്നു, ഞാൻ നോട്ടിലെ കറക്റ്റ് ഞാൻ ഓർക്കണില്ല ഇപ്പൊ. 9ന്റെ കേസ് മാത്രം. ഡെക്കാണ് 10 വരുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നിലൊന്നെയാണ്. എന്നാണ്? ഓക്കെ. എടാ, സീറോയ്ക്ക് നില്ലാണ്. സീറോയ്ക്ക് നില്ല്, 1ന് അണ്ണ്. 9 തന്നെ. കൺഫ്യൂഷൻ വേണ്ട, 9 തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷീൽഡിംഗ് എഫക്റ്റിന്റെ ഓർഡർ ആണ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഷീൽഡിംഗ് എഫക്റ്റിന്റെ ഓർഡർ? അതായത് ഇതിനകത്ത് ഏത് സബ്ഷെല്ലാണ് ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതൽ കാണിക്കുന്നത്? ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രോണിന്റെ ചാർജ് ബാക്കിയുള്ളിടത്തോട്ട് പോകുന്ന തടയാം, അല്ലെ അതിന്റെ ഇടയിൽ ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യുക. ന്യൂട്രോണിന്റെ എഫക്റ്റ് വാലൻസ് ഇലക്ട്രോണിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ചാർജ്, ആ എനർജി ഏറ്റവും കൂടുതൽ, അല്ലെ ആ എഫക്റ്റ് കൂടുതൽ കാണിക്കുന്നതിനകത്ത് ഏതായിരിക്കും എന്നുള്ളത് ഓർക്കാം. അപ്പൊ ഒന്ന് ആലോചിക്കുക. ഓർക്കാൻ എളുപ്പത്തിന് ന്യൂട്രോണിന്റെ അടുത്ത് നിൽക്കുന്നതിനായിരിക്കും ആ എഫക്റ്റ് കൂടുതൽ, അല്ലേ? ഒന്നാണ് ആൻസർ. അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാണ് ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതൽ. ന്യൂട്രോണിന്റെ അടുത്ത് നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അത് ആദ്യം മറയ്ക്കുമല്ലോ. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഷെല്ലിനെ ആദ്യം മറയ്ക്കും, അല്ലേ? സോ ആദ്യം എസ് മറയ്ക്കും, അത് കഴിഞ്ഞിട്ട് പി ഷെല്ല് അടുത്തതിനെ മറയ്ക്കും. അപ്പം ബാക്കിലോട്ട് പോകുന്നതോടെ എഫ് അങ്ങ് ബാക്കിലായിരിക്കും. സോ എസ് ആണ് ഏറ്റവും ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതൽ കാണിക്കുന്ന ഇത്. സോ എസിനെക്കാട്ടി വലുത് പി കഴിഞ്ഞ ബി, എഫിന് ഏറ്റവും കുറവ്. ഓക്കെ, ഈ എലമെന്റ്സിന് ഏതാണ് ലോവസ്റ്റ് ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി കാണിക്കുന്നത്? അതായത് ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോണെ അതിന്റെ വാലൻസ് ഷെല്ലിൽ നിന്ന് കളയാൻ പറ്റുന്നത്. ഈ എലമെന്റ്സിൽ ഏറ്റവും പെട്ടെന്ന്, അതായത് കുറച്ച് എനർജിയിൽ ഇലക്ട്രോണെ കളയാൻ പറ്റും. ഏത് എലമെന്റിന്? ഓർക്കുക, ഇത് ഒരേ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. അതായത് താഴോട്ട് പോകുന്തോറും ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ്. താഴോട്ട് പോകുന്നവരും ഞാൻ പറഞ്ഞു ഷെല്ലിന്റെ എണ്ണം കൂടും. ഷെല്ലിന്റെ എണ്ണം കൂടുമ്പം എന്താ? വലിപ്പം കൂടും, ന്യൂക്ലിയസിന്റെ റേഞ്ച് കുറയും. സോ ഷെല്ല് ഏറ്റവും ഷെല്ല് എണ്ണം കൂടുതലുള്ളതിനായിരിക്കും ആ എന്താ ന്യൂക്ലിയസ് ആയിട്ട് ഏറ്റവും ദൂരത്ത് നിൽക്കുന്നത്. ഇതിനകത്ത് ഓർക്കുക, സീഷ്യമാണ് ഈ തന്നിരിക്കുന്ന എലമെന്റ്സിൽ താഴെയുള്ള എലമെന്റ് എന്ന് പറയുന്നത്. അതായത് ആ ഗ്രൂപ്പിലെ ഈ തന്നിരിക്കുന്ന എലമെന്റ്സിൽ ഏറ്റവും ലോവർ എലമെന്റ് എന്ന് പറയുന്നത് സീഷ്യ. അപ്പൊ താഴോട്ട് പോകുന്നവർ എന്താ? അയനൈസേഷൻ എന്താൽപ്പി കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. സോ ഏറ്റവും അയനൈസേഷൻ എന്താൽപ്പി കുറവുള്ളത് സീഷ്യത്തിനായിരിക്കും. നമ്മള് പോളിസാക്കറിന്റെ കാര്യം പറഞ്ഞപ്പോ എന്താ പറഞ്ഞായിരുന്നു? ഇതിനകത്ത് ഒരു പോളിസാക്കറൈഡ് ആനിമൽ സ്റ്റാർച്ചും പറഞ്ഞു, അതേപോലെ തന്നെ ഇതും പറഞ്ഞു. ഏതാ? സെൽവാളിന്റെ കാര്യം വെച്ചിട്ടും പറഞ്ഞു. സെൽവാളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ട്. ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഗ്ലൈക്കജന്. അതേപോലെ കെരാറ്റിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഞാൻ ഓർത്തിരിക്കുക. കെരാറ്റിൻ നമ്മുടെ നഖത്തിലൊക്കെ ഉള്ള കോമ്പൗണ്ടാണ്. നഖം, മുടി ഒക്കെ നിർമ്മിച്ചേക്കുന്ന കെരാറ്റിൻ വെച്ച്. സോ നോട്ട് നോക്കിയവർക്ക് ഈ ആൻസർ പെട്ടെന്ന് കിട്ടും. നോട്ട് ആ PDF കണ്ടിട്ടുള്ളത്. കാരണം PDF രണ്ടാമത്തെ പോയിന്റ് എനിക്ക് ഇതിന്റെ ആൻസർ.
ആൻസർ എന്തുവാ? ആൽഫ ഗ്ലൂക്കോസ്, ബീറ്റ ഗ്ലൂക്കോസ്, ആ രണ്ട് ഫോമിനെ നമ്മൾ പറയുന്നത്. ആൽഫ ബീറ്റ എന്ന് തിരിച്ചേക്കുന്നതന്നെ നമ്മൾ പറഞ്ഞു അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള OH ബോണ്ടിന്റെ പൊസിഷൻ വെച്ചിട്ടാ. ഫസ്റ്റ് കാർബണിലെ OH ബോണ്ടിന്റെ പൊസിഷൻ വെച്ചിട്ടാ അതിനെ ആൽഫ ബീറ്റ എന്ന് തിരിച്ചേക്കുന്നത്. ആ ഫസ്റ്റ് കാർബണിന്റെ പൊസിഷൻ വെച്ച് തിരിക്കുന്നതിനാണ് ആനോമർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ആനോമർ ആണ്. നോട്ട് നോക്കിയവർക്ക് പെട്ടെന്ന് കിട്ടും, കാരണം നോട്ടിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് പോലും കണ്ടിതാ. ആനോമർ എന്തുവാണ്? ഇതിനകത്ത് ഏതാണ് കീറ്റോ ഹെക്സോസ്? ഞാൻ മുമ്പ് ഇതിന്റെ ആൻസർ പറഞ്ഞായിരുന്നു. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ള ഏതാ, കീറ്റോ ഗ്രൂപ്പ് ഉള്ള ഏതാ? ഒരെണ്ണത്തിന്റെ കീറ്റോ ഹെക്സോസ് എന്ന് പറഞ്ഞ ആൽഡോ ഹെക്സോസ് എന്ന് പറയുന്നു. അപ്പൊ ആൽഡോ ഹെക്സോസ് ഏതാ? കീറ്റോ ഹെക്സോസ് ഫ്രക്ടോസ്, ആൽഡോ ഹെക്സോസ് ഏതാ? ഗ്ലൂക്കോസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, 6 മെമ്പർ ഉണ്ട്, 6 മെമ്പറുള്ള കാർബൺ ചെയിൻ ആണ്. അതുകൊണ്ട് ഹെക്സ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ആൽഡോ ഹെക്സോസ് എന്ന് പറയും. ഗ്ലൂക്കോസിനെ കീറ്റോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഫ്രക്ടോസിനെ കീറ്റോ ഹെക്സോസ് എന്ന് പറയുന്നു. ഫ്രക്ടോസിനകത്തും 6 മെമ്പറുള്ള കാർബൺ ചെയിൻ ആണ്, അത് ഹെക്സോസ് ആണ്. കീറ്റോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഹീറ്റോ ഹെക്സോസ്. ഗ്ലൂക്കോസിനകത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, ആൽഡോ ഹെക്സോസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ ഇത്രയാണ് നമ്മൾ വർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ആൻസർ എങ്ങനെ വന്നതെന്ന് ഡൗട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ, അറിയാലോ. ഒരാൾക്ക് ഒരുപാട് ഡൗട്ട് ഇല്ലാത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. കേടാ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കിക്കോട്ടെ. ഒരു സെക്കൻഡ്. ഏത് ഗ്രൂപ്പ് 16 എലമെന്റ്സ് പറഞ്ഞ പേരെന്തുവാന്ന്? അതാണ് ഗ്രൂപ്പ് 16 എലമെന്റ്സിനെ എന്താ പറയുന്നതെന്നുള്ളതോ? അതാ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നെ. എടാ, ഞാൻ ഒന്നും അത് ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഏതാ ഗ്രൂപ്പ് 18 നമ്മൾ നോബിൾ ഗ്യാസ് അല്ലെ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും. ഓക്കെ, പറയാം. ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസ് അല്ലെ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും. ഗ്രൂപ്പ് 17 ഹാലജൻസ് എന്ന് പറയും. ഗ്രൂപ്പ് 16 കാൽസോജൻസ് എന്ന് പറയും. ഓക്കെ, ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസ്, ഗ്രൂപ്പ് 17 ഹാലജൻസ്, ഗ്രൂപ്പ് 16 കാൽസോജൻസ്, ഗ്രൂപ്പ് 15 എന്ന് പറയുന്നത് കാർബൺ അല്ല നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലി. അതിന്റെ തൊട്ടിപ്പുറത്ത് ഗ്രൂപ്പ് 14 എന്ന് പറയുന്നത് കാർബൺ ഫാമിലി. ഗ്രൂപ്പ് 13 എന്ന് പറയുന്നത് ബോറോൺ ഫാമിലി. 13ാമത്തെ ആ ഗ്രൂപ്പിനെ ബോറോൺ ഫാമിലി എന്ന് പറയും. 14നെ കാർബൺ ഫാമിലി എന്ന് പറയും. 15നെ നൈട്രജൻ ഫാമിലി എന്ന് പറയും. 16നെ കാൽസോജൻസ് എന്ന് പറയും. 17നെ ഓക്സിജൻ ഫാമിലി എന്ന് പറയും. നമുക്കിപ്പോ 4 ഓപ്ഷൻ തന്നാൽ 4 ഓപ്ഷനകത്ത് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയുള്ളൂ, അല്ലാതെ നീ അഡീഷണൽ ഓക്സിജൻ ഫാമിലി എന്ന് പറയും. നമ്മൾ പണ്ട് പഠിച്ച ഓക്സിജൻ ഫാമിലി എന്നായിരുന്നു. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ കാൽസോജൻസ് എന്നുള്ള പറഞ്ഞ ടേം ഇല്ല. ഞാൻ പഠിച്ച ഓക്സിജൻ ഫാമിലി എന്നാണ്. എനിക്കൊന്ന് ഇപ്പോഴാണോ അതോ ഇപ്പോഴത്തെ സിലബസിനകത്താണോ ഈ കാൽസോജൻസ് ഇൻക്ലൂഡ് ആക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ കാൽസോജൻസ് എന്നുള്ള ടൈം അല്ല, ഓക്സിജൻ ഫാമിലി എന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത്. സോ പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള 3 തൊട്ട് 12 വരെ ഉള്ളതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് 1 ആൽക്കലി മെറ്റൽസ്, 2 ആൽക്കലി എർത്ത് മെറ്റൽസ്. ഓക്കെ, പോരെ? ഓക്കെ ഇല്ലേ? രണ്ട് അമിനോ ആസിഡിന് ബിറ്റ്വീൻ ഉള്ള ബോണ്ട്, 2 അമിനോ ആസിഡ് എന്ന് വെച്ചാൽ അത് രണ്ടും കൂടെ ഇടയ്ക്ക് വരുമ്പോൾ അതൊരു പ്രോട്ടീൻ ആയില്ലേ?
പ്രോട്ടീൻ എന്ന് പറയുമ്പം പി, പെപ്റ്റൈഡ് ലിങ്കേജ്, അത് ഓർത്താൽ മതി. ഓക്കെ, രണ്ട് അമിനോ ആസിഡ് കമ്പൈൻ ചെയ്ത്, അല്ല അമിനോ ആസിഡ്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് പോകുന്നതിനാണ് എന്തുവാ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ്റെ ഇടയ്ക്കുള്ള, അതായത് രണ്ട് അമിനോ ആസിഡിന്റെ ഇടയ്ക്കുള്ള ലിങ്കേജിനെ പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയും. ഗ്ലൂക്കോസും അല്ലെ രണ്ട് മോണോസാക്കറൈഡ് തമ്മിലുള്ളതിനെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയും. ന്യൂക്ലിയോ ഒരു ഫോസ്ഫറസ് ഗ്രൂപ്പും നൈട്രജൻ ബേസും തമ്മിലുള്ള ലിങ്കേജിനെ ഫോസ്ഫാറ്റിഡേസ് ലിങ്കേജ് എന്ന് പറയും. ഈ 3 ലിങ്കേജ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാവുള്ളൂ. വേറെ ലിങ്കേജ് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് സിലബസിനകത്തില്ല. പ്രോട്ടീനെ പെപ്റ്റൈഡ്, അത് ഓർത്താൽ മതി. പ്രോട്ടീൻ പെപ്റ്റൈഡ്, പ്രോട്ടീൻ ഉണ്ടാവുന്ന അമിനോ ആസിഡ് വെച്ച്, അപ്പൊ അമിനോ ആസിഡ് അടക്കമുള്ളത് പെപ്റ്റൈഡ് ലിങ്കേജ്. ഗ്ലൂക്കോസ് മോണോസാക്കറൈഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് എന്ന് ഓർക്കുക. അപ്പൊ ഗ്ലൂക്കോസ് അല്ല, സാക്കറൈഡ്സിനകത്ത് ആകെ വരുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജേ ഉള്ളൂ. പിന്നെ വേറെ എന്നാണെന്നാ ചോദിച്ചേ, വേറെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ എങ്ങനെ സൈസ് അറേഞ്ച് ചെയ്യുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ എന്താ ഞാൻ പറഞ്ഞില്ലേ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ന്യൂക്ലിയസിനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടും. അറ്റോമിക് നമ്പർ നോക്കിയാൽ കേസ് എന്തെങ്കിലും ഉണ്ടോ?